റിസർച്ചിന് വേണ്ടത് പ്രൈം ഹ്യൂമൻ ക്യാപിറ്റൽ ആണ്. അത് നമ്മുടെ കയ്യിലുണ്ട്. അതെ, കേരളം എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് എഡ്യൂക്കേറ്റഡ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ഇറ്റ്സ് കമ്പയറബിൾ ടു മെനി ഡെവലപ്ഡ് കൺട്രീസ്. ഈ MIT-യിലൊക്കെ ചില ക്ലാസ്സുകൾ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഇപ്പൊ ഫിസിക്സ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ നല്ല എക്സ്പെരിമെന്റുകളൊക്കെ കാണിച്ച്, അതെ, വോൾട്ടർ ലെവിന്റെ ഒക്കെ ലെക്ചേഴ്സ് ഒക്കെ കാണുമ്പോൾ അല്ലേ, ദ സ്റ്റുഡൻസ് ആർ ആക്ച്വലി ഗെറ്റിംഗ് ഡ്രോൺ ഇൻടു ദാറ്റ്. അപ്പം കേരളത്തിൽ നിന്നും ഇതേപോലത്തെ ബ്രൈറ്റ് ആയിട്ടുള്ള മൈൻഡ്സ് പുറത്തേക്ക് പോകുമ്പോൾ അത് കേരളം ആസ് എ സ്റ്റേറ്റ് എങ്ങനെയാണ് നമ്മളെ അത് ബാധിക്കുക, ആൻഡ് അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കേരളം ഒരു ഇൻഡസ്ട്രി ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേറ്റ് അല്ല. അത് പോളിസിയുടെ പ്രശ്നമല്ല. പോളിസി ആക്ച്വലി പല രീതിയിൽ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. അപ്പം ഡൽഹി ഒന്നും ഒരു രീതിയിൽ മനുഷ്യന് താമസിക്കാൻ പറ്റുന്ന ഒരു സിറ്റി അല്ല അല്ലെ. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന്റെ ഒക്കെ ആവശ്യങ്ങൾ ഒരു 10-15 വർഷം കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ടാവും നമുക്കറിയില്ല. പക്ഷെ അപ്പോഴും ദർ വിൽ ഓൾവേസ് ബി ഡിമാൻഡ് ഫോർ റിസർച്ച്. AI റിസർച്ചേഴ്സിന്റെ അല്ലെങ്കിൽ ബേസിക് സയൻസ് റിസർച്ചേഴ്സിന്റെ ഒക്കെ ആവശ്യം അപ്പോഴും ഉണ്ടാകും. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ നമ്മളെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ IISc-യുടെ ഫീസ് എന്ന് പറയുന്നത് ഒരു വർഷം 10,000 രൂപയുള്ളായിരുന്നു ഒരു വർഷം. ഇപ്പൊ അത് 80,000 രൂപയാണ് ഇനി വരുന്ന ബാച്ചിൽ എന്നാണ് പറയുന്നത്. എന്തിനാണ് ഈ ഗവൺമെന്റ് ഇത്ര ഫീസ് വാങ്ങിക്കുന്നത്? ഹലോ എവരിവൺ, യുറേക്ക പോഡ്കാസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ ഒരു എപ്പിസോഡിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ് നമ്മളുടെ കൂടെ ഉള്ളത്. IIT മദ്രാസിൽ ഗ്രാജുവേഷൻ BTech കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം സാംസങ്ങിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയി പ്ലേസ് ചെയ്ത് അങ്ങനെ 2 വർഷത്തെ സാംസങ്ങിലുള്ള ആ ജോലിക്ക് ശേഷം റിസൈൻ ചെയ്ത് UPSC-ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കേരളത്തിലെ 1ാമത്തെ റാങ്ക്, ഓൾ ഇന്ത്യ റാങ്ക് 21 ആയിട്ടുണ്ടായിരുന്ന, ഇന്ന് മലപ്പുറം ജില്ലയിലെ തിരൂര് സബ് കളക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ദിലീപ് K. കൈനിക്കര IAS ആണ് നമ്മളുടെ കൂടെ ഇന്ന് ഗസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പം നമുക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സാറിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ IIT മദ്രാസിലായിരുന്നു BTech ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഏറ്റവും നല്ല ഒരു പ്ലേസ്മെന്റ് കിട്ടി, സാംസങ്ങിൽ പ്ലേസ്ഡ് ആയി. അതിനുശേഷം 2 വർഷം മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ. പിന്നീട് റിസൈൻ ചെയ്ത് UPSC പെർസ്യൂ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ചെയ്തത്. ആ ഒരു സ്റ്റോറി ഒന്ന് നമ്മളെ പ്രേക്ഷകരോട്, മിക്കവാറും പ്രേക്ഷകർ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും അതുപോലെ തന്നെ അവരുടെ പാരന്റ്സും ഒക്കെ ആയിരിക്കും. അവരുടെ മുന്നിൽ ഒന്ന് സാർ ഈ സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യുക. ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ മദ്രാസ് IIT-യിലാണ് BTech ചെയ്യുന്നത്. പക്ഷെ അതിന് മുൻപ് തന്നെ സ്കൂൾ ടൈമിൽ തന്നെയുള്ള ഒരു ആഗ്രഹമാണ് സിവിൽ സർവീസിലേക്ക് വരണം, അല്ലെ കളക്ടർ ആവണോ എന്നൊക്കെ നമുക്ക് സ്കൂൾ ടൈമിൽ ഉണ്ടാകുന്ന ഒരു ആഗ്രഹമാണല്ലോ. പക്ഷേ IIT-യിൽ വന്നു, ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. ഒരു 4 വർഷം BTech ചെയ്ത് ക്യാമ്പസ് പ്ലേസ്മെന്റ് ആയിട്ടാണ് സാംസങ്ങിൽ കിട്ടുന്നത്. ഞാൻ 3rd ഇയറിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് അവിടെയാണ്. അതിനുശേഷം ഒരു പ്രീ പ്ലേസ്മെന്റ് ഓഫർ തരികയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പം ഇപ്പൊ സൗത്ത് കൊറിയ പോലെ ഒരു കൺട്രിയിൽ പോയി വർക്ക് ചെയ്യാം, അതേപോലെ ഒരു കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസിൽ സാംസങ് അവരുടെ മൊബൈൽ ലാബിലായിരുന്നു എനിക്ക് ഓഫർ കിട്ടിയിരുന്നത്. അപ്പൊ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന മൈൻഡ് സെറ്റിലാണ് ഞാൻ സൗത്ത് കൊറിയയിൽ പോകുന്നത്. അവിടെയാണ് 2.5 ഇയേഴ്സോളം വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവിടെയും ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു ആഗ്രഹം സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുകയും, പിന്നെ അതേപോലെ നമുക്കൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ കോളേജിൽ പഠിക്കുന്ന. അപ്പൊ ആ പിയർ ഗ്രൂപ്പിലുള്ള പലരും UPSC വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും UPSC കിട്ടുകയും അസിസ്റ്റന്റ് കളക്ടർമാരായിട്ടും സബ് കളക്ടർമാരായിട്ട് വർക്ക് ചെയ്യുകയും, അപ്പം ആ ഒരു പെർസ്പെക്റ്റീവോടെ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആ പഴയ ഒരു ഡ്രീം വീണ്ടും പെർസ്യൂ ചെയ്യാം. അതാണ് എന്താ പറയുക, എനിക്ക് പേഴ്സണലി കൂടുതൽ റിവാർഡിങ് ആകുമെന്നൊരു തോന്നൽ വന്നതുകൊണ്ട് അത് ലീവ് ചെയ്ത് വന്നതാണ്. അതർവൈസ് വളരെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ്. ഇപ്പം നമുക്കറിയാം, മറ്റേ AI ഒക്കെ വളരെ ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു കാലഘട്ടമാണ്. അപ്പൊ അതിലൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷെ പേഴ്സണലി ഒരു താല്പര്യം കുറെ കൂടെ പബ്ലിക് സർവീസിലും ഇങ്ങനെ ഒരു ഫീൽഡ് ജോബ്സിനോടും കുറെ കൂടെ പബ്ലിക് ഫേസിംഗ് ആയിട്ടുള്ള ജോലികളോടായതുകൊണ്ട് റിസൈൻ ചെയ്ത് വന്ന് ഇത് പെർസ്യൂ ചെയ്തതാണ്. പിന്നെ 3-4 അറ്റംപ്റ്റ് കഴിഞ്ഞാണ് സർവീസിലെത്തുന്നത്. ഇടയ്ക്ക് ഫോറസ്റ്റ് സർവീസ് കിട്ടിയിരുന്നു 1 വർഷം. പിന്നെ അവിടുന്ന് ലീവ് എടുത്താണ് വീണ്ടും എക്സാം എഴുതി സിവിൽ സർവീസിലേക്ക് എത്തുന്നത്. സോ ദാറ്റ് വാസ് ബാക്ക് ഇൻ 2021 എക്സാം ആണ് ഞാൻ ക്ലിയർ ചെയ്യുന്നത്. പിന്നെ 1 വർഷം മസൂരിയിൽ നമുക്ക് ട്രെയിനിങ് ഉണ്ടാകും. അസൂനോ ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അവിടെ 1 വർഷം നമുക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ 1 വർഷം കാസർഗോഡ് അസിസ്റ്റന്റ് കളക്ടറായിട്ട്, അത് നമ്മുടെ പ്രൊബേഷന്റെ ഭാഗം തന്നെയാണ്. ജില്ലാ കളക്ടറുടെ കീഴിൽ ഒരു ട്രെയിനിങ്ങും അതോടൊപ്പം തന്നെ നമ്മൾ നേരിട്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് കളക്ടർ എന്നുള്ളത്. അങ്ങനെ 1 വർഷം ഞാൻ കാസർഗോഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് തിരൂരേക്ക് വരുന്നത്. ഇവിടെ ഒരു 1.5 ഇയേഴ്സോളം സബ് കളക്ടറായിട്ട് ജോലി ചെയ്യുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ജില്ലാ വികസന കമ്മീഷണറായിട്ട് കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾക്കൊരു മോണിറ്ററിങ് റിവ്യൂ ഒക്കെ നടത്തുക, പിന്നെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെ ഒരു സബ് കളക്ടറെയും അതേപോലെ വികസന കമ്മീഷണറുടെയും റോളുകളാണ് ഇപ്പോൾ കൈകാര്യം ചെയ്തു വരുന്നത്.
സാറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഒരു പ്യുവർലി ടെക് ബാക്ക്ഗ്രൗണ്ട് എന്നാണല്ലോ വന്നത്. അപ്പം അവിടെ ഡാറ്റ അനാലിസിസ്, അതുപോലെ തന്നെ കുറച്ചും കൂടെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അതെ. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പോഴുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റോളിൽ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്? ഇല്ല, ആ ഒരു ബിടെക് ബാക്ക്ഗ്രൗണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പല രീതിയിലും. എസ്പെഷ്യലി ഇപ്പോൾ നമുക്കറിയാം ഒരു ടെക്നോളജി പല രീതിയിൽ അഡ്മിനിസ്ട്രേഷനിൽ വലിയ രീതിയിൽ കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് ഇതിപ്പം. 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ മാസമാണ് നമ്മുടെ കേരളം എന്നുള്ള രീതിയിൽ ഒരു ആപ്പ് തന്നെ കേരള ഗവൺമെന്റ് ലോഞ്ച് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മുഴുവൻ സർവീസുകളും ഒരു അംബ്രല്ല ആപ്പിന് കീഴിലാക്കുക, പബ്ലിക്കിന് ഫേസിംഗ് ആക്കുക. അതേപോലെ അപ്പോയിന്റ്മെന്റുകൾ ജില്ലാതല ഉദ്യോഗസ്ഥർ മുതൽ സ്റ്റേറ്റ് ലെവൽ വരെയുള്ള, അപ്പോൾ നമുക്കറിയാം സെക്രട്ടേറിയറ്റ് ഒക്കെ വലിയ നിഗൂഢതകളാണെന്നൊക്കെ നമ്മൾ പണ്ട് പറയാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ലാതെ ചീഫ് സെക്രട്ടറി മുതൽ താഴോട്ടുള്ള ഉദ്യോഗസ്ഥർ അപ്പോയിന്റ്മെന്റുകൾ ഒരു ആപ്പ് വഴി എടുക്കാനും അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഗവൺമെന്റിന് ആക്സസിബിൾ ആക്കാനൊക്കെ ഇത്തരം സർവീസുകൾ വരുന്നൊരു കാലഘട്ടമാണ്. ഇപ്പം വേറൊരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഭൂമി കേട്ടിട്ടുണ്ടാകും. എൻ്റെ ഭൂമി എന്നുള്ള പേരിൽ നമ്മുടെ 3 ഡിപ്പാർട്ട്മെന്റുകൾ, കേരളത്തിലെ വലിയ ഡിപ്പാർട്ട്മെന്റുകളാണ് റവന്യൂ വകുപ്പ്, രജിസ്ട്രേഷൻ വകുപ്പ്, സർവേ വകുപ്പ്. സോ ഈ 3 ഡിപ്പാർട്ട്മെന്റുകളെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഭൂമി സംബന്ധമായ മുഴുവൻ കാര്യങ്ങളും ഒരൊറ്റ പോർട്ടലിന്റെ കീഴിൽ കൊണ്ടുവരുന്ന ഒരു പ്രൊജക്ട് ഉണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ജില്ലാ നോഡൽ ഓഫീസറാണ്, ജില്ലാ വികസന കമ്മീഷണർ എന്ന നിലയിൽ. അപ്പൊ ഇത്തരം പ്രൊജക്ടുകളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടെക് ബാക്ക്ഗ്രൗണ്ട് ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്കറിയാം നമുക്ക് കീഴിൽ വർക്ക് ചെയ്യുന്നത് പലപ്പോഴും അത്ര ടെക്നോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അവർക്ക് ഫീൽഡിൽ വലിയ എക്സ്പീരിയൻസ് ഉണ്ടാകും. അപ്പോൾ തഹസിൽദാർമാർ എന്നൊക്കെ പറഞ്ഞാൽ പതിറ്റാണ്ടുകളായിട്ട് ലാൻഡ് മാറ്റേഴ്സ് ഒക്കെ കൈകാര്യം ചെയ്ത് വരുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അതേ കാര്യം നമ്മൾ ടെക്നോളജിയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഭൂമി വിൽക്കുന്നത് നമുക്കറിയാം പരമ്പരാഗതമായിട്ട് നമ്മൾ ആധാരം ചെയ്യുന്നു. ആ ആധാരം നമ്മൾ വില്ലേജ് ഓഫീസിൽ കൊണ്ടു കൊടുത്ത് അതിന്റെ പോക്കുവരവ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്തു വരിക. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ എൻ്റെ ഭൂമി വഴി നമ്മൾ അതിനെ ഓവർഹോൾ ചെയ്യുകയാണ്. ഇപ്പം നിലവിൽ നമ്മൾ വിഭാവനം ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആധാരം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു ഓൺലൈനായിട്ട് ഒരു പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് എന്ന് പറയും. ഏത് ഭൂമിയാണോ നമ്മൾ ട്രാൻസാക്ട് ചെയ്യാൻ പോകുന്നത് അത് ട്രാൻസാക്ഷന് ശേഷം എങ്ങനെയായിരിക്കും, അതിന്റെ ഡിവിഷൻ മ്യൂട്ടേഷൻ എങ്ങനെയായിരിക്കും, അതിന്റെ ഒരു പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് ഓൺലൈനായിട്ട് തയ്യാറാക്കി അതുകൂടി ഉൾപ്പെടുത്തി നമ്മൾ ആധാരം ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ മ്യൂട്ടേഷൻ ആണ്. നമ്മൾ ആധാരം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയി അത് പൊക്കുക ചെയ്യുക, അതൊരു സ്റ്റെപ്പ് തന്നെ അവിടെ ഉദിക്കുന്നില്ല. ആധാരം ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിജിറ്റൽ ലാൻഡ് റെക്കോർഡ്സിലും അത് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറുകയാണ്. സോ ഇത്തരം ഇന്നോവേഷൻസ് പരമ്പരാഗതമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന കാര്യങ്ങൾ തന്നെ ടെക്നോളജിയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ, അങ്ങനെ പബ്ലിക്കിന് കുറേം കൂടി നമ്മുടെ സർവീസുകൾ ആക്സസിബിൾ ആക്കാൻ, അത്തരം മെഷേഴ്സിലൊക്കെ നമ്മുടെ ആ ഒരു ടെക്നോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് പല രീതിയിൽ ഇത് റിവ്യൂ ചെയ്യുമ്പോൾ നമുക്കറിയണമല്ലോ എന്താണ് ഈ പ്രോസസ്സ് എന്ന്. സോ അങ്ങനെയൊക്കെ പല രീതിയിൽ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ ഒരു ടെക്നോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള സ്റ്റുഡൻസിനെ എടുക്കുകയാണെങ്കിൽ, സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനെ എടുക്കുകയാണെങ്കിൽ അവരുടെ മുന്നിൽ 2 ചോയ്സ് ആണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത്. ഒന്നെങ്കിൽ എഞ്ചിനീയർ ആവുക JEE എക്സാം എഴുതിയിട്ട്, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവുക നീറ്റ് എക്സാം എഴുതിയിട്ട്. അപ്പോൾ ഈ 2 എക്സാമും നമുക്കറിയാം ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാമാണ്. ഇപ്പം ഇൻഫാക്ട് ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള IIT JEE അഡ്വാൻസ്ഡ് എഴുതിയിട്ടാണ് സാറും 131ാമത്തെ റാങ്കോട് കൂടിയിട്ട് മദ്രാസിൽ സീറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ പഠിക്കുന്ന സബ്ജക്റ്റിന്റെ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ. അതായത് ഇപ്പം നമ്മൾ സയൻസ് ആണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ സയൻസിനെ അറിഞ്ഞുകൊണ്ട് പഠിക്കുക എന്നുള്ളത് പലപ്പോഴും പോസിബിൾ അല്ലാതെ വരും, ആ ഒരു കോമ്പറ്റീഷന്റെ പ്രഷർ കൂടുതലായി വരുമ്പോൾ. പക്ഷെ അത് പലപ്പോഴും കുട്ടികൾക്ക് അതൊരു വലിയൊരു മിസ്സിങ് ആവുന്ന പോലെയും നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടി സയൻസ് ലേണിംഗ് എന്ന് പറഞ്ഞൊരു കൾച്ചർ കോമ്പറ്റീഷന് വേണ്ടി മാത്രമല്ലാതെ ഒരു സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ കുറച്ചും കൂടെ ഒരു സയൻസ് ലവിങ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് റെക്കമെൻഡേഷൻ ആണ് ഒരു പോളിസി മേക്കർ എന്നുള്ള ലെവലിൽ സജസ്റ്റ് ചെയ്യാനുണ്ടാവുക? കുറേയൊക്കെ എനിക്ക് തോന്നുന്ന ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്നാണല്ലേ. ഈ അമിത് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. ഇപ്പം നമ്മൾ കണക്കുകൾ തന്നെ നോക്കിയാൽ ചൈന കഴിഞ്ഞാൽ ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാംസ് ഉള്ളത് ഇന്ത്യയിലാണെന്നാണ് പറയുക. ഈ കോളേജ് എൻട്രൻസിനാണെങ്കിലും സിവിൽ സർവീസ് എൻട്രൻസിനാണെങ്കിലും ഒക്കെ. പിന്നെ ആ ഒരു കൾച്ചറാണ് ഒരു ഇത് ഇപ്പം കേരളത്തിൽ അത്ര ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പം കേരളത്തിലും ആ ഒരു കൾച്ചർ കടന്നു വരുന്നുണ്ട്. കോമ്പറ്റീറ്റീവ് എക്സാംസ് നല്ലതുമാണ്, നമ്മുടെ കുട്ടികൾ IIT-കളിലൊക്കെ എത്തണമല്ലോ. പക്ഷെ അതിന്റെ ഒരു ഡ്രോബാക്ക് ഇതാണ്, ഈ ഒരു ലേണിംഗ് എന്നുള്ള പ്രോസസ്സ് പലപ്പോഴും അവിടെ സാക്രിഫൈസ് ചെയ്യപ്പെടുകയാണ്. കാരണം ഒരു കോമ്പറ്റീറ്റീവ് എക്സാം അവിടെ നമുക്കൊരു ഫെയർ ചാൻസ് വേണമെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ആ ഒരു സയൻസ് നമ്മൾ ആസ്വദിച്ച് പഠിക്കേണ്ട വർഷങ്ങൾ നമുക്കറിയാം. സയൻസിന്റെ ആ ഒരു ബേസിക്സ് കഴിഞ്ഞ് അതിന്റെ പ്രോപ്പർ ലെവലിലേക്ക് നമ്മൾ എത്തുന്ന ഒരു 10, 11, 12 ക്ലാസ്സുകളിലൊക്കെ ആയിരിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ ആ ക്ലാസ്സുകളിൽ ഏകദേശം മുഴുവൻ സമയവും നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാം പ്രിപ്പറേഷന് വേണ്ടി മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് റിയലിസ്റ്റിക്കലി ഇന്നത്തെ സാഹചര്യത്തിൽ IIT-യിൽ എത്താൻ, അല്ലെങ്കിൽ എയിംസ് പോലെ ഒരു സ്ഥാപനത്തിൽ എത്താൻ, ഐസറുകളിലൊക്കെ എത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നൊരു നിർഭാഗ്യവശമുള്ള ഒരു സാഹചര്യമാണുള്ളത്. അത് ഇവിടെ മാത്രമല്ല, നമ്മളിപ്പം
സിവിൽ സർവീസ് നോക്കിയാൽ, ഇപ്പം ഡൽഹി യൂണിവേഴ്സിറ്റി നോക്കിയാൽ, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇതേപോലെ തന്നെ ഒരു IAS ഫാക്ടറി ആയിട്ടാണ് പലപ്പോഴും ഡൽഹി യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ എക്കണോമിക്സും പൊളിറ്റിയും ഒക്കെ ആസ്വദിച്ച് പഠിക്കാനോ ഡീപ്പായിട്ട് പഠിക്കാനോ ഒക്കെ ശ്രമിക്കാതെ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും നോക്കുന്നത് ആ കൂട്ടത്തിൽ IAS കോച്ചിങ്ങിന് പോവുക, അതിന്റെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. അതും തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ ഒരു കോമ്പറ്റീഷന്റെ ആധിക്യം മൂലം പലപ്പോഴും സബ്ജക്ട് ഡീപ്പായിട്ട് പഠിക്കാൻ നമുക്ക് കഴിയാതെ വരുന്നു. ആ ഒരു കോമ്പറ്റീഷൻ എന്താണോ വേണ്ടത്, മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് ചെയ്യേണ്ടതെങ്കിൽ അത് പരമാവധി പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ എസ് ആണ് എഴുതേണ്ടതെങ്കിൽ എസ് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ആ ഒരു ഔട്ട്കം ഓറിയന്റഡ് ആയിട്ട്, അതും ലേണിംഗ് ഔട്ട്കം അല്ല, ആ എക്സാമിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നൊരു ഔട്ട്കം മാത്രമായിട്ട് ചുരുങ്ങി പോകുന്നുണ്ട്. നമ്മുടെ സയൻസ് ലേണിംഗ് ആവട്ടെ, നമ്മുടെ സോഷ്യൽ സയൻസ് ലേണിംഗ് ആകട്ടെ, എല്ലാം അതിലേക്ക് ചുരുങ്ങി പോകുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അതെങ്ങനെ പരിഹരിക്കാന്ന് ചോദിച്ചാൽ അതങ്ങനെ അത്ര എളുപ്പമായിട്ട് നമുക്ക് പരിഹരിക്കാവുന്ന കാര്യമല്ല. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കുട്ടികളെ അതിൽ നിന്ന് മാറ്റി +1 +2 അവർ സബ്ജക്ട് ഡീപ്പായിട്ട് പഠിക്കട്ടെ എന്ന് വെച്ചാൽ കുറച്ചു കാലം കഴിയുമ്പോൾ കുട്ടി തന്നെ ചോദിക്കും, എന്നെ എന്തുകൊണ്ട് കോച്ചിങ്ങിന് വിട്ടില്ല, അല്ലെ? എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ IIT പോകുന്നു. നമ്മൾ ഈ പറഞ്ഞ സബ്ജക്ട് ആസ്വദിച്ച് പഠിച്ചവർക്ക് ഒരു ഓൾട്ടർനേറ്റ് കരിയർ ഓപ്ഷൻ ഇവിടെ ഇല്ലല്ലോ. ഈ പറഞ്ഞ ഐസറിൽ എത്തണമെങ്കിലും IASൽ എത്തണമെങ്കിലും ഒക്കെ തന്നെയും ഈ കോമ്പറ്റേറ്റീവ് എക്സാം ക്ലിയർ ചെയ്യുക തന്നെയാണ് വേണ്ടത്. അപ്പം എനിക്ക് തോന്നുന്ന ആ ഒരു സിസ്റ്റം കംപ്ലീറ്റ്ലി ഓവർഹോൾ ചെയ്യപ്പെടാത്തിടത്തോളം ഒരു ബാലൻസ് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മേ ബി നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ചുകൂടി ചെറിയ ക്ലാസ്സുകളിൽ, UP ക്ലാസ്സുകളിലോ ഹൈസ്കൂൾ ക്ലാസ്സുകളിലോ ഒക്കെ കുട്ടികൾക്ക് കുറച്ചുകൂടി സ്ട്രോങ്ങർ ഫൗണ്ടേഷൻ കൊടുക്കാൻ നമുക്ക് പറ്റുമായിരിക്കും. കോമ്പറ്റേറ്റീവ് എക്സാംസ് അവിടെ അത്ര ഫോക്കസിലേക്ക് വരുന്നില്ലല്ലോ, അല്ലെ? ഒരു 10 +1 +2 ഇയേഴ്സിൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഫോക്കസ് കൊടുത്താൽ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമും ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. IIT ആയാലും മെഡിക്കൽ കോമ്പറ്റേറ്റീവ് എക്സാമുകളായാലും. സോ ആ ഒരു UP ക്ലാസ്സുകളിലും അല്ലെങ്കിൽ മേ ബി അതിനും താഴെയുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സയൻസ് സബ്ജക്റ്റുകൾ പഠിക്കേണ്ട രീതിയിൽ പലപ്പോഴും പല കുട്ടികൾക്കും ഡീപ് സീറ്റഡ് ഡിസ്ലൈക്ക് ടു ദ സബ്ജക്ട് ഉണ്ടാകുന്നത് അവിടെയാണ്, അല്ലെ? മാത്സ് എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ കുട്ടികൾ നമ്മൾ പലപ്പോഴും പറയുന്നത് കേൾക്കാം. അതിന്റെ വലിയൊരു കാരണം ഞാൻ പറയുന്നത് ഈ പറഞ്ഞ പോലെ LP ക്ലാസ്സുകളിൽ UP ക്ലാസ്സുകളിലൊക്കെ ഇതൊരു ബ്യൂട്ടിഫുൾ സബ്ജക്റ്റ് ആണ്, അല്ലെ? ഇപ്പൊ ഫിസിക്സ് എന്ന് പറയുന്നത് ലോകത്തിലെ എന്ത് കാര്യത്തെയും നമുക്ക് വളരെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ കെമിസ്ട്രി എന്ന് പറയുന്നത് വളരെ അണ്ടർലൈങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കൗതുകകരമായിട്ട് പഠിക്കാവുന്ന ഒരു സബ്ജക്റ്റ് ആണ് എന്ന കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് കുട്ടികളിലേക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല. സോ ആ ഒരു ലെവലിൽ നമ്മുടെ കരിക്കുലം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കിയാൽ, അല്ലെ? കുട്ടികളെ റോട്ട് ലേണിംഗിൽ നിന്ന് മാറ്റി കുറച്ചുകൂടി എക്സ്പീരിയൻഷ്യൽ ഹാൻഡ്സ് ഓൺ ലേണിംഗ് ഒക്കെ ആക്കിയാൽ, അതിനുള്ള പല ഇനിഷ്യേറ്റീവ്സ് ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത് തന്നെ ഇപ്പം കേരള ഗവൺമെന്റ് സ്ട്രീം ലാബുകൾ നടന്നു. ആ ഒരു പേരിൽ കുറേയും കൂടി ഒരു ഹാൻഡ്സ് ഓൺ ലാബ് എക്സ്പീരിയൻസുകളൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ കൊണ്ടുവരാനുള്ള, ഇപ്പം 3D പ്രിന്റിംഗ് പോലെയുള്ള ടെക്നോളജീസ് പോലും ചെറിയ ക്ലാസ്സുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. സോ ആ രീതിയിൽ ഇപ്പൊ മാത്സ് ഒക്കെ ആണെങ്കിലും, അല്ലെ? മാത്സ് ഒക്കെ നമ്മൾ ഈ ഗുണനപ്പട്ടിയെ കാണാതെ പഠിക്കുന്നതല്ലാതെ കുറച്ചുകൂടി ഇപ്പൊ നമുക്ക് പല, അല്ലെ, സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ ഉണ്ട്. നമുക്ക് കുറേയും കൂടി വിഷ്വൽ ലേണിംഗ് അല്ലെങ്കിൽ കുറേയും കൂടി ഈ പറയുന്ന പോലെ കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരാൻ, ആ ഒരു കൗതുകം ഉണ്ടാക്കാൻ ആവശ്യമായ, ഇപ്പം ഈ MITയിലൊക്കെ ചില ക്ലാസ്സുകൾ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഇപ്പൊ ഫിസിക്സ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ നല്ല എക്സ്പെരിമെന്റുകളൊക്കെ കാണിച്ച്, അതെ, വോൾട്ടർ ലെവിന്റെ ഒക്കെ ലെക്ചേഴ്സ് ഒക്കെ കാണുമ്പോൾ, അല്ലെ, ദ സ്റ്റുഡൻസ് ആർ ആക്ച്വലി ഗെറ്റിംഗ് ഡ്രോൺ ഇൻ ടു ദാറ്റ്. ഫിസിക്സ് പഠിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുകയാണ്. അത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കുട്ടി ഫിസിക്സ് തനിയെ പഠിച്ചോളൂ. അപ്പൊ ഈ ഫിസിക്സും മാത്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കാനുള്ള ഒരു ആഗ്രഹം LP UP കുട്ടികളിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ പിന്നെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ലോകത്തിലേക്ക് അവർ കുറച്ചു കാലം എറിയപ്പെട്ടാലും അത് കഴിയുമ്പോൾ, അല്ലെ, +2 കഴിയുമ്പോൾ ബേസിക് സയൻസ് പഠിക്കണം, സ്റ്റെമ്മിലേക്ക് പോകണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള കുറച്ച് കുട്ടികളെങ്കിലും നമുക്ക് വാർത്തെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ്. അതെ, നിർഭാഗ്യവശാൽ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് മൊത്തത്തിൽ മാറ്റിവെക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാനാണെങ്കിലും അമിതാണെങ്കിലും ഒക്കെ നമ്മളൊക്കെ ഇപ്പം ഈ പറയുന്ന ഈ ഒരു ലെവലിൽ, അല്ലെ, മോശമല്ലാത്തൊരു ലൈഫ് സ്റ്റൈലിൽ എത്തിയെങ്കിൽ അത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്ലിയർ ചെയ്ത് വന്നതുകൊണ്ട് മാത്രമാണ്. അപ്പം ആ ഒരു യാഥാർത്ഥ്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നിടത്തോളം നമുക്ക് പൂർണ്ണമായിട്ടും കോമ്പറ്റേറ്റീവ് എക്സാംസിനെ അവഗണിക്കാനും പറ്റില്ല. പക്ഷേ ആ ഒരു കൺസ്ട്രെയിനിനുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി നമുക്ക് ആ ലേണിംഗ് കുറേം കൂടെ ഡീപ്പാക്കാൻ, കുട്ടികളിൽ കുറേം കൂടെ ജെനുവിൻ ഇൻട്രസ്റ്റ് ജനിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ സയൻസിൽ പലപ്പോഴും ഈ ഒരു ഫെയിലിയറിനെ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ഈ ഒരു ഫെയിലിയർ എന്ന് പറയുന്നത് കുറച്ച് പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം ദിലീപ് സാർ തന്നെ ഒരു 4ാമത്തെ അറ്റംപ്റ്റിലാണ് UPSC ക്ലിയർ ചെയ്തത്. അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ആ 3 അറ്റംപ്റ്റും ഫെയിലിയർ ആയിരുന്നു. അതൊരു പ്രോസസ്സിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും 4ാമത്തെ അറ്റംപ്റ്റ് വരെ കൊടുക്കാൻ ഒക്കെ പറ്റിയതും ആൻഡ് അത് ക്രാക്ക് ചെയ്തതും. അപ്പം പക്ഷെ ഈ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനെ ഫെയിലിയറിനെ കാര്യമായിട്ട് ബാധിക്കാതെ അല്ലെങ്കിൽ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് കരിയറിനെയും അതുപോലെ അവരുടെ എഡ്യൂക്കേഷനെയൊക്കെ മുന്നിലേക്ക് നോക്കി കാണണ്ടേ?
ഇല്ല, അതിന് പല ആസ്പെക്ട്സ് ഉണ്ട്. ഒന്നൊരു കണ്ടീഷനിങ്ങിന്റെ പ്രശ്നമുണ്ട് അവിടെ അല്ലേ. ഇപ്പം പലപ്പോഴും ഒരു ഫെയിലിയർ ഉണ്ടാകുമ്പോൾ അതൊരു വ്യക്തിയുടെ പ്രശ്നമായിട്ട് നമ്മൾ പലപ്പോഴും കാണും അല്ലേ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ സിവിൽ സർവീസ് എക്സാം എഴുതുന്നു, അതിന്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഫെയിൽ ആകുന്നു. അപ്പം പലപ്പോഴും അത് ആൾക്കാർ അതിനെ കാണുന്നത് എന്നെ കൊണ്ട് ഇത് പറ്റില്ല അല്ലേ, ഞാൻ സിവിൽ സർവീസിന് പറ്റിയ മെറ്റീരിയൽ അല്ല. പക്ഷെ ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് മാറ്റി അല്ലേ, പ്രത്യേകിച്ച് നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഫെയിലിയർ ഉണ്ടാകുമ്പോൾ നമ്മളവരെ പഠിപ്പിക്കേണ്ടത് ഫെയിലിയർ എന്ന് പറയുന്നത് നമുക്കൊരു സെൽഫ് ലേണിംഗ് പ്രോസസ്സാണ് അല്ലേ. നമ്മളിപ്പം ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾ ചെയ്തു പോയാൽ ഈ സംഭവം നടക്കില്ല. പക്ഷെ അത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊരു കൺക്ലൂഷന് നമ്മൾ എത്തേണ്ട കാര്യമില്ല അല്ലെ, അത് അൺസയന്റിഫിക്കുമാണ് അല്ലെ. അവിടെ നമ്മൾ എത്തേണ്ട കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചെയ്ത രീതിയിൽ പോയാൽ അവിടെ എത്തില്ല, പക്ഷെ മേ ബി വേറൊരു രീതിയിൽ പോയാൽ എത്തും. അപ്പൊ ആ രീതിയിൽ ഇപ്പൊ സിവിൽ സർവീസ് ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ ഈ പറഞ്ഞ എന്റെ ആദ്യത്തെ അറ്റംപ്റ്റുകളിലൊക്കെ പല പാളിച്ചകളും ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് അത് തുടർന്ന് കഴിഞ്ഞ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത് മെയിൻലി ഈ പറഞ്ഞ പോലെ ആ ഒരു മൈൻഡ് സെറ്റിൽ എത്താൻ പറ്റിയത് കൊണ്ടാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഓക്കെ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊരു തോന്നൽ നമുക്ക് സ്വാഭാവികമായിട്ടും കുറച്ചു കാലമെങ്കിലും ഉണ്ടാവും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്റെ രണ്ടാമത്തെ അറ്റംപ്റ്റിലൊക്കെ ഞാൻ ഇന്റർവ്യൂ വരെ പോയിട്ടാണ് ഫെയിൽ ആകുന്നത്. അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ അറ്റംപ്റ്റിലൊക്കെ കുറച്ച് അമേച്ചർ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു എന്ന് വെച്ചു. പക്ഷെ രണ്ടാമത്തെ അറ്റംപ്റ്റിലൊക്കെ ഇന്റർവ്യൂ വരെ പോകുന്നു, എന്നിട്ട് ഫൈനൽ ലിസ്റ്റ് വരുന്നില്ല. ആ തവണ നമ്മളെല്ലാം അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുമുണ്ട്. പക്ഷെ അത്രയും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എഫേർട്ട് ഇട്ടിട്ടൊരു ഫെയിലിയർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു തോന്നലുണ്ടാകാം, നമ്മൾ ഇത്ര എഫേർട്ട് ഇട്ടു പക്ഷെ വർക്കൗട്ട് ആയില്ല. അങ്ങനെയെങ്കിൽ ഇനി ഒരു വർഷം എഫേർട്ട് ഇട്ടാലും മേ ബി അല്ലെ, നല്ല കോമ്പറ്റീഷനുള്ള ഫീൽഡാണ്, നമ്മളെ പോലെ തന്നെ നമ്മളെയൊക്കെ കഴിവുള്ള ഇഷ്ടം പോലെ ആൾക്കാർ നമ്മളോട് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മേ ബി നമ്മളെ കൊണ്ട് ഇത് പറ്റില്ല എന്നൊരു തോന്നലുണ്ടാകാം. അതിൽ നിന്ന് നമ്മൾ എങ്ങനെ റിക്കവർ ചെയ്യുന്നു എന്നുള്ളതാണ് വലിയൊരു പരിധി വരെ നമ്മൾ ആ ഫെയിലിയറിനെ സക്സസ് ആക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ളതിലേക്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതിന് ഞാൻ പേഴ്സണലി ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സ്ട്രോങ് ആക്കുക അല്ലേ. നമ്മൾ ഇതിനു മുമ്പ് പല കാര്യങ്ങളിൽ സക്സീഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഫെയിൽ ചെയ്തെങ്കിലും ഇതൊരു ടെമ്പററി സംഭവമാണ്. അപ്പം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുക എന്തുകൊണ്ട് ഫെയിൽ ചെയ്തു അനലൈസ് ചെയ്യുക. അത് ചെയ്യാൻ പറ്റിയാൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരും. കാരണം നമ്മളൊരു ഫെയിലിയർ ആണെന്നുള്ളതിൽ നിന്ന് ഇന്ന കാരണങ്ങൾ നമ്മൾ ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഫെയിൽ ചെയ്തത്. ഇപ്പൊ സിവിൽ സർവീസ് എക്സാം ആണെങ്കിൽ എന്റെ രണ്ടാമത്തെ അറ്റംപ്റ്റ് തന്നെ എടുത്താൽ എന്റെ മാത്സ് പ്രിപ്പറേഷൻ അത്ര സ്ട്രോങ് ആയിരുന്നില്ല. അപ്പൊ ഞാൻ തിയറിയൊക്കെ ഓക്കെ, മാത്സ് ആയിരുന്നു എന്റെ ഓപ്ഷണൽ സബ്ജക്ട്, അപ്പൊ ഞാൻ തിയറിയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, എനിക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ എക്സാമിന് വേണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ട കുറച്ച് സംഗതികളുണ്ട്, അത് ഞാൻ അത്ര ഫോക്കസ് കൊടുത്തിരുന്നില്ല. ഈ 3 മണിക്കൂർ കൊണ്ട് ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്തെടുക്കുക. ഇപ്പം പല ഫോർമുലാസും നമുക്ക് മനസ്സിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യും നമ്മൾ ഡെറൈവ് ചെയ്തെടുക്കുന്നതിന് പകരം. അങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്താൽ മാത്സിന് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാന്നൊരു തോന്നലുണ്ടായി. അതേപോലെ ഇന്റർവ്യൂവിന് കുറച്ചുകൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ, ഇന്റർവ്യൂവിന് കണ്ടന്റ് ഒക്കെ ഉണ്ട് ഈ പറഞ്ഞ പോലെ എന്ത് ചോദിച്ചാലും, പക്ഷെ അവിടെയും ഒരു ഇന്റർവ്യൂ സ്കിൽസ് ഉണ്ടല്ലോ അല്ലേ. നമ്മൾ നമ്മുടെ അറ്റയർ ആകട്ടെ, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ആൻസർ ചെയ്യുന്ന രീതി ആകട്ടെ, അതും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാന്നൊരു തോന്നലുണ്ടായി എനിക്ക്. സോ അങ്ങനെ നമുക്ക് നമ്മുടെ ഷോർട്ട് കമ്മിങ്സിനെ കുറിച്ച്, ആ കേവലം ഫെയിലിയർ എന്നൊരു ബൈനറി, ഫെയിലിയർ സക്സസ് എന്നൊരു ബൈനറിയിൽ നിന്ന് നമ്മുടെ ഷോർട്ട് കമ്മിങ്സ് ഇന്ന കാര്യങ്ങളാണെന്ന് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുമ്പോൾ പിന്നെ ഒരു റൂട്ട് മാപ്പ് ഉണ്ടാകും സ്വാഭാവികമായിട്ടും അതിൽ നിന്ന്. നമ്മുടെ ഷോർട്ട് കമ്മിങ്സ് ഇതൊക്കെയാണെങ്കിൽ ഇത് റെക്ടിഫൈ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം, അങ്ങനെ ഒരു റൂട്ട് മാപ്പ് ഉണ്ടാക്കി മുന്നോട്ട് പോയാൽ പല ഫെയിലിയറുകളും നമുക്ക് സക്സസ് ആക്കാൻ പറ്റും. പിന്നെ അതോടൊപ്പം ഈ പറയുന്നത് പോലെ തന്നെ നമുക്ക് ആറ്റിറ്റ്യൂഡുള്ള മേഖലകൾ കണ്ടെത്താനും ഫെയിലിയറുകൾ ഹെൽപ്പ് ചെയ്യും അല്ലേ. നമ്മൾ ചില മേഖലകളിൽ നമ്മൾ ഫെയിൽ ആകുന്നു, പക്ഷെ ചില മേഖലകളിൽ നമ്മൾ അല്ലേ കുറച്ചുകൂടി ബെറ്റർ ആണ്. സോ അങ്ങനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഫെയിലിയറിനെ പേടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. പിന്നെ ഈ ഒരു വലിയ കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റ് വരുമ്പോൾ അല്ലേ, ഒരു ലക്കിന്റെ ഒരു ഫാക്ടർ എല്ലായിടത്തും ഉണ്ട്, അതും നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. അപ്പം നമ്മളെല്ലാം ശരിയായി ചെയ്തു തന്നെയാണ് നമ്മുടെ മനസ്സിലെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ അന്നത്തെ എക്സാമിന്റെ പാറ്റേൺ ആകട്ടെ, നമ്മുടെ സ്ട്രോങ് ഏരിയസും ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. അങ്ങനത്തെ കുറച്ച് നമ്മുടെ കയ്യിലില്ലാത്ത അൺസർട്ടൺ അൺനോൺ ഫാക്ടേഴ്സ് സ്വാഭാവികമായിട്ടും ഉണ്ട്. പക്ഷെ അതെല്ലാവർക്കും ഉള്ളതാണ്, നമുക്ക് മാത്രമല്ല. അതുകൊണ്ട് നമ്മൾ ഒരാളെക്കാളും പുറകിലാവുന്നില്ല എന്നും, അന്ന് ദ ഫാക്ടേഴ്സ് ഓഫ് ദാറ്റ് ഡേ ഡിൻ വർക്ക് ഫോർ us, അല്ലെങ്കിൽ ഇറ്റ് വർക്ക്ഡ് അഗെയിൻസ്റ്റ് us. അങ്ങനെ ഉണ്ടാകാമെങ്കിലും ഇനിയൊരു ദിവസം അങ്ങനെ ആവണമെന്നില്ല അല്ലേ. ഇന്ന് നമുക്കുണ്ടായ അൺനോൺ ഫാക്ടേഴ്സ് മേ ബി ദ നെക്സ്റ്റ് ഡേ ഇറ്റ് വിൽ വർക്ക് ഫോർ us. സോ ആ ഒരു കോൺഫിഡൻസ് കൂടി നമുക്കുണ്ടാകണം. സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അനലൈസ് ചെയ്യുക, അത് ഇമ്പ്രൂവ് ചെയ്യാൻ റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ കയ്യിലുള്ള സമയത്തിലുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുക. പിന്നെ അൺനോൺ ഫാക്ടേഴ്സിന്റെ കാര്യത്തിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാകുക. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളാണിത്. എക്സാമിന് ടെൻഷൻ വരുന്നു, എല്ലാവർക്കും വരുന്ന കാര്യമാണ്, നമുക്ക് മാത്രം വരുന്നതല്ല. സോ അതുമൂലം നമ്മുടെ കോൺഫിഡൻസ് ഡൗൺ ആകാതെ നമ്മൾ തന്നെ സൂക്ഷിക്കുക. ഇതൊക്കെയാണ് ഞാൻ പേഴ്സണലി ചെയ്തിട്ടുള്ളത്. അതായത് ഫെയിലിയറിനെ ഒരിക്കലും പേഴ്സണലായിട്ട് നമ്മൾ സ്വയം ഒരു ഫെയിലിയർ ആണ് അങ്ങനെ ആ ഒരു രീതിയിൽ എടുക്കാതെ അതിനെ കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക്കലി ഒന്ന് അനലൈസ് ചെയ്ത് മുമ്പോട്ട് പോകുക എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്.
കേരളത്തിൽ നിന്ന് ഒരുപാട് സയൻസ് ഒക്കെ പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾ റിസർച്ച് മേഖലയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ നിന്നുള്ള പല ആളുകളും, ഓൾമോസ്റ്റ് എല്ലാ ആളുകളും നല്ല യൂണിവേഴ്സിറ്റീസ് നോക്കിയിട്ട് അമേരിക്കയിലും അതുപോലെ യൂറോപ്യൻ കൺട്രീസിലുമാണ് PhD ചെയ്യാൻ പോകുന്നത്. ഇനി കേരളത്തിൽ നിന്നുള്ള IIT NIT പോലുള്ള ഗ്രാജുവേറ്റ്സിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ജോലി ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ വിദേശത്തോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ബാംഗ്ലൂര്, ഹൈദരാബാദ്, ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലാണ് പോകുന്നത്. അപ്പം കേരളത്തിൽ നിന്നും ഇതേപോലത്തെ ബ്രൈറ്റ് ആയിട്ടുള്ള മൈൻഡ്സ് പുറത്തേക്ക് പോകുമ്പം അത് കേരളം ആസ് എ സ്റ്റേറ്റ് എങ്ങനെയാണ് നമ്മളെ അത് ബാധിക്കുക, ആൻഡ് അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അല്ല, അത് കുറെയൊക്കെ മെറ്റീരിയൽ കണ്ടീഷൻസിന്റെ ഭാഗമാണ്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കേരളം എന്ന് പറയുന്ന ഒരു വികസിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമാണ്. വി ആർ എ ഡെവലപ്പിംഗ് കൺട്രി. 2047 ഡെവലപ്ഡ് കൺട്രി ആകണമെന്നൊരു ട്രജക്ടറിയിലൊക്കെ നമ്മൾ പോകുന്നുണ്ടെങ്കിലും അല്ലെ, വി ആർ നോട്ട് ദെയർ യെറ്റ്. അപ്പം ഒരു ഇൻഡിവിജ്വൽ നോക്കുമ്പോൾ ഒരു ഇൻഡിവിജ്വലിന് അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല അല്ലെ. ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എവിടെയാണ് അവിടെ പോവുക എന്നുള്ളതാണ്. ഇപ്പൊ IIT നിന്ന് പഠിച്ചു എന്നോ IAS നിന്ന് പഠിച്ചു എന്നോ ഉള്ളത് കൊണ്ട് അവരല്ലേ അവരുടെ പേഴ്സണൽ കരിയറോ അവരുടെ ഗ്രോത്ത് ട്രജക്ടറി ഒന്നും സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ എന്റെ കാര്യം തന്നെ പറഞ്ഞാൽ, ഞാനിപ്പം ബിടെക് കഴിഞ്ഞ് സാംസങ്ങിൽ പോയത് എന്തുകൊണ്ടാണ്? ആ രീതിയിലുള്ള ഒരു സാലറി പാക്കേജ് ആകട്ടെ, അല്ലെങ്കിൽ വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആകട്ടെ, റിസർച്ച് എൻവയോൺമെന്റ് ആകട്ടെ, അതൊക്കെ എനിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഓഫർ സാംസങ്ങിൽ നിന്നായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ പോയത് അല്ലെ. അതിന് പകരം ഒരു ഇന്ത്യൻ കമ്പനിയിൽ വർക്ക് ചെയ്യാനൊന്നും ആ ടൈമിൽ ഞാൻ റെഡി ആയില്ല. അങ്ങനെ ഒരു കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ റിസർച്ചിൽ വരുമ്പോഴും അത് തന്നെയാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ ഇപ്പൊ ഏത് ഫീൽഡിലാണെങ്കിലും ഏറ്റവും നല്ല റിസർച്ച് പേപ്പേഴ്സ് ഇറങ്ങുന്ന എവിടെ നിന്നാണ്? ഇപ്പൊ US നിന്ന് അല്ലെങ്കിൽ ചൈനയിൽ നിന്ന്. ഇപ്പൊ ചൈനയിൽ മേ ബി സ്റ്റുഡൻസ് പോകാത്തത് അവിടുത്തെ കൾച്ചറൽ ഇഷ്യൂസ് കൊണ്ടോ ലാംഗ്വേജ് ഇഷ്യൂസ് കൊണ്ടാകാം. പക്ഷെ US യൂറോപ്പിലൊന്നും ആ ബാരിയർ ഇല്ല. ഇംഗ്ലീഷൊക്കെ നമ്മുടെ സ്റ്റുഡൻസിന് ചെറുപ്പം മുതലേ ഫെമിലിയർ ആയ ലാംഗ്വേജ് ആണ്. ആക്സസും അത്യാവശ്യം ആക്സസിബിൾ ആയിട്ടുള്ള വിസ, പാസ്പോർട്ട് പോളിസീസ് ഒക്കെയാണ് അവർക്കുള്ളത്. സോ ആക്സസിബിൾ ആയ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി നോക്കി അവർ പോകുന്നു. അത് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല അല്ലെ. അവർ കേരളത്തിൽ തന്നെ നിൽക്കണമെന്ന് നമ്മൾ എങ്ങനെയാണ് നിർബന്ധിക്കുക? അല്ലെങ്കിൽ നമുക്കത് പരിഹരിക്കണമെങ്കിൽ അതിന് കമ്പയറബിൾ ആയിട്ടുള്ള ഓഫേഴ്സ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റണം അല്ലെ. ഇപ്പം ഒരു PhD എടുക്കാൻ പോകുന്ന ആൾ നോക്കുന്ന ഏറ്റവും നല്ല റിസർച്ച് ഗൈഡ് എവിടെയാണ്, റിസർച്ച് ഗ്രാന്റ് ഏറ്റവും കൂടുതൽ എവിടെയാണ് കിട്ടുന്നത്, സ്റ്റൈപ്പൻഡ് കൂടുതൽ എവിടെയാണ് അല്ലേ. PhD സ്കോളർക്ക് ജീവിക്കണമല്ലോ അല്ലേ, നമുക്ക് രാഷ്ട്രസേവനമൊക്കെ രണ്ടാമത്തെ കാര്യം. സോ അങ്ങനെ ഈ പറഞ്ഞ പോലെ വികസിത രാജ്യങ്ങൾ കൊടുക്കുന്ന അതിന് കമ്പയറബിൾ ആയിട്ടുള്ള മേ ബി സ്റ്റൈപ്പൻഡ് ആ ലെവലിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിലും കമ്പയറബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലേ. ഇപ്പൊ US യൂറോപ്പിലോ ഒരു PhD സ്കോളർക്ക് കിട്ടുന്ന അതേ റെസ്പെക്റ്റും അതേ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ, അതേപോലെ അവിടുത്തെ അതേ ക്വാളിറ്റിയിലുള്ള റിസർച്ച് എൻവയോൺമെന്റും അല്ലെ. അത് റിസർച്ച് എൻവയോൺമെന്റ് പല കാര്യങ്ങളുണ്ട്. നല്ല ഗൈഡ്സ് വേണം അല്ലെ, ആ രീതിയിൽ. പിന്നെ റിസർച്ച് ഗ്രാന്റ് വേണം. സ്വാഭാവികമായിട്ട് റിസർച്ച് ഒരു പണച്ചെലവുള്ള പ്രക്രിയയാണ്. അപ്പൊ അതിന് കമ്പയറബിൾ ഉള്ള ഗ്രാന്റുകളും ഗൈഡ്സിനെ ഒക്കെ നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ സ്വാഭാവികമായിട്ടും കഷ്ടപ്പെട്ട് അല്ലെ US യൂറോപ്പിലോ ജർമ്മനിയിലോ ഒക്കെ പോകുന്ന സ്റ്റുഡൻസ് ഇവിടെ തന്നെ നിൽക്കും അല്ലെ. കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ട് കേരളത്തിൽ തന്നെ നിൽക്കണമെന്നുള്ളൊരു ഇൻഹറന്റ് ആഗ്രഹം ഉണ്ടാകും. അപ്പൊ അതിന് കുറച്ചെങ്കിലും കമ്പയറബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അവർ തിരിച്ചു വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങനെ അതുപോലെ അവർ തിരിച്ചു വന്ന് നമ്മളെ ഇവിടെ കുറെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സ് ഇപ്പൊ ഉള്ളതിനെക്കാട്ടിലും കൂടുതലായിട്ടും കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആയിട്ടും മാറുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ സ്റ്റേറ്റ് കേരളത്തിന് എന്ത് ഗുണമാണ് കിട്ടാൻ പോവുക? ഇല്ല, അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ ഒരു നോളജ് എക്കണമി എന്നൊരു ആശയമൊക്കെ ഗവൺമെന്റ് തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. കാരണം കേരളത്തിൽ നമ്മൾ നോക്കിയാൽ കേരളം ഒരു ഇൻഡസ്ട്രി ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേറ്റ് അല്ല. അത് പോളിസിയുടെ പ്രശ്നമല്ല. പോളിസി ആക്ച്വലി പല രീതിയിൽ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. പക്ഷേ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എൻവയോൺമെന്റലി നോക്കിയാൽ, ജോഗ്രഫിക്കലി നോക്കിയാൽ നമ്മൾ വളരെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള ഒരു സ്ട്രെച്ച് ആണ്. അതിൽ തന്നെ കോസ്റ്റൽ ഏരിയാസ് ഉണ്ട്, വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട് അല്ലെ, എൻവയോൺമെന്റലി വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, എർത്ത് ക്വേക്ക് ഫ്ലഡ് ഒക്കെ പ്രോൺ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. സോ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കാൻ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ നോക്കിയാൽ ഇപ്പൊ ഒരു ടാറ്റയുടെ ഫാക്ടറി വരുമ്പോൾ ആയിരക്കണക്കിന് ഏക്കറുകളാണ് ഗവൺമെന്റ് അക്വയർ ചെയ്ത് കൊടുക്കുന്നത് നിസ്സാര വിലയ്ക്ക് അല്ലെ. അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ചീപ്പ് ലേബർ ഫോഴ്സ് എന്നുള്ളത് നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കേരളത്തിലെ തന്നെ ഈ ബേസിക് ലേബർ ഇപ്പൊ ചെയ്യുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മൈഗ്രന്റ് ലേബറേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്രൈമറി ഇൻഡസ്ട്രികൾക്ക് വേണ്ട ചീപ്പ് ലേബർ ഫോഴ്സ് ആകട്ടെ, ചീപ്പ് എന്താ പറയുക ലാൻഡ് റിസോഴ്സുകളാകട്ടെ, അതൊന്നും കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. പക്ഷെ റിസർച്ചിന് അതൊന്നും ആവശ്യമില്ല താനും. റിസർച്ചിന് വേണ്ടത് പ്രൈം ഹ്യൂമൻ ക്യാപിറ്റൽ ആണ്. അത് നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. കേരളം എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് എഡ്യൂക്കേറ്റഡ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ഇറ്റ്സ് കമ്പയറബിൾ ടു മെനി ഡെവലപ്ഡ് കൺട്രീസ് അല്ലെ. ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റൽ ഗ്രാജുവേറ്റ്സ് ഉള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് കേരളം, ആഗോളതലത്തിൽ തന്നെ. സോ അങ്ങനെ സ്കിൽഡ് ആയിട്ടുള്ള റിസർച്ചിന് ആവശ്യമായ റോ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റും.
അതേപോലെ ഹൈസ്പീഡ് ഇന്റർനെറ്റ് ആവട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിസർച്ചിന് ആവശ്യമായ ഗൈഡ്സ് ആകട്ടെ, അതിലേക്കുള്ള ടാർഗറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ആകട്ടെ, അതൊക്കെ നമ്മൾ ശ്രമിച്ചാൽ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ഇപ്പം കേരളം ഒരു ലെവൽ കഴിഞ്ഞ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ നോളജ് എക്കണമിയിൽ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇൻഡസ്ട്രിയിലോ പ്രൈമറി അഗ്രികൾച്ചറിലൊക്കെ നമ്മുടെ അല്ലേ, അഗ്രികൾച്ചറിലൊക്കെ നമുക്ക് വലിയ സ്കോപ്പ് ഞാൻ കാണുന്നില്ല. ഈ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ അഗ്രികൾച്ചർ എക്കണോമിക്കലി ഫീസിബിൾ അല്ല. ഈ നെല്ലൊക്കെ കൃഷി ചെയ്യുന്നവരോട് ചോദിച്ചാൽ അറിയാം, അല്ല കേരളത്തിൽ നെല്ല് കൃഷി ചെയ്യുന്നതിന്റെ അത്ര ചെലവില്ല മറ്റൊരു സ്ഥലത്ത് നെല്ല് കൃഷി ചെയ്ത് അത് വണ്ടിയിൽ കയറ്റി ഇവിടെ കൊണ്ടുവരാന്. സോ അങ്ങനെ എക്കണോമിക്കലി ഫീസിബിൾ അല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നമ്മൾ കുറേയും കൂടി ടെർഷ്യറി സെക്ടറിലേക്ക് അല്ലെങ്കിൽ ക്വാട്ടർണറി സെക്ടറുകളിലേക്ക്, സർവീസ് സെക്ടറിലേക്കും റിസർച്ച് സെക്ടറിലേക്കും ഒക്കെ നമ്മൾ മാറേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. സോ അത് നമ്മൾ ചെയ്താൽ ഫസ്റ്റ് ഓഫ് ഓൾ അമിത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വർക്ക് ഫോഴ്സ് ബാംഗ്ലൂരോ ഡൽഹിയിലോ ഒക്കെ പോയി ജോലി ചെയ്യുന്ന നമ്മുടെ സ്റ്റുഡൻസ് തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം ഡൽഹി ഒന്നും ഒരു രീതിയിൽ മനുഷ്യന് താമസിക്കാൻ പറ്റുന്ന ഒരു സിറ്റി അല്ല. ലൈക്ക് അവർക്ക് സ്വാഭാവികമായിട്ടും കൊച്ചിയിലോ കോഴിക്കോടോ ഒക്കെ വന്ന് വളരെ സമാധാനപരമായിട്ട് താമസിക്കാൻ പറ്റുന്ന, ഈവൻ നമ്മുടെ ടെക്നോ പാർക്കിൽ ഇൻഫോ പാർക്കിലൊക്കെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേസ് എടുക്കുമ്പോൾ ഇറ്റ്സ് മച്ച് ബെറ്റർ ദാൻ മോസ്റ്റ് ഓഫ് ദ അതർ മെട്രോസ്. കൊൽക്കത്തയോ ഡൽഹിയോ മുംബൈയിലൊക്കെ കമ്പയറബിൾ പോലും അല്ല. കാരണം എന്താ പറയുക, കുറച്ചുകൂടി അഫോർഡബിൾ ആണ്. ഇപ്പം മുംബൈയൊക്കെ കമ്പയർ ചെയ്താൽ വളരെ കൂടുതൽ അഫോർഡബിൾ ആണ് നമ്മുടെ സിറ്റീസ് ഇൻ ജനറൽ. പിന്നെ കേരളം ഇൻ ജനറൽ ഒരു ലാർജ് സിറ്റിയാണ് അല്ലെ, വലിയ ഡിസ്പാരിറ്റീസ് ഇല്ലാത്ത, ഏത് കുഗ്രാമത്തിൽ പോയാലും അത്യാവശ്യം ബേസിക് സൗകര്യങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള, ഈ പറഞ്ഞ പോലെ അഫോർഡബിൾ ആയിട്ട് ഹെൽത്ത് കെയറും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന, ഇപ്പൊ ഹെൽത്ത് കെയർ ടൂറിസം ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ, ഇപ്പൊ യൂറോപ്പിൽ നിന്നോ പശ്ചിമേഷ്യയിൽ നിന്നോ ഒക്കെ ആൾക്കാർ അഡ്വാൻസ് സർജറികൾ ചെയ്യാൻ കേരളത്തിലേക്ക് വരുന്ന, കാരണം അവർക്ക് അവിടെ ലഭിക്കുന്ന അതേ ക്വാളിറ്റിയുള്ള സർജറീസ് ഇവിടെ ലഭിക്കുന്നു വളരെ ചുരുങ്ങിയ ചെലവിൽ, പക്ഷേ വളരെ റിസ്ക് ഫ്രീ ആയിട്ട് അല്ലെ, അവിടുത്തെ അതേ കമ്പയറബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ലഭിക്കുകയാണ്. സോ അങ്ങനെ ടെർഷ്യറി സെക്ടറിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ എഡ്യൂക്കേറ്റഡ് വർക്ക് ഫോഴ്സിനെ നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കൊരു എക്കണോമി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നിലവിൽ നമ്മുടെ എക്കണോമി റെമിറ്റൻസ് ബേസ്ഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ആൾക്കാർക്ക് ജോലി ചെയ്യാൻ ആവശ്യമായ ക്വാളിറ്റി ജോബ്സ് ഇവിടെ ഇല്ല. അവർ ആ ക്വാളിറ്റി ജോബ്സ് വേറൊരിടത്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ മണി അവർ പോയി വേറൊരിടത്ത് ഇൻവെസ്റ്റ് ചെയ്ത് എന്റർപ്രൈസുകൾ തുടങ്ങുന്നു. അതൊക്കെ ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അവരൊക്കെ തിരിച്ചു വരും, ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ വരും. ഇൻവെസ്റ്റ്മെന്റ് വരികയുമ്പോഴും അതിന് വലിയ റിട്ടേൺസ് വരികയും ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ നാട് ഡെവലപ്പ് ചെയ്യുന്നത്, നമ്മുടെ GDP കൂടുന്നത്. സോ ആ രീതിയിൽ ടെർഷ്യറി സെക്ടറിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അതിൽ ഇന്നത്തെ കാലത്ത് റിസർച്ചാണ് അതിന്റെ കോർ കമ്പോണന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഈ AI ഒക്കെ കടന്നുവരവോട് കൂടി ഈ ടെർഷ്യറി സെക്ടറിലെ പോലും ബേസിക് ലെവൽ ജോബ്സ് ഇല്ലാതാകാൻ പോവുകയാണ്. ഇല്ലാതാകാൻ പോകുക എന്നുള്ളത് ഒരു ഡൂംസ്ഡേ പ്രോഫസി ആയിരിക്കും, പക്ഷെ കുറഞ്ഞു വരാൻ പോവുകയാണ് അല്ലെ. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന്റെ ഒക്കെ ആവശ്യങ്ങൾ ഒരു 10-15 വർഷം കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ടാവും എന്ന് നമുക്കറിയില്ല. പക്ഷെ അപ്പോഴും ദർ വിൽ ഓൾവേസ് ബി ഡിമാൻഡ് ഫോർ റിസർച്ച്. AI റിസർച്ചേഴ്സിന്റെ അല്ലെങ്കിൽ ബേസിക് സയൻസ് റിസർച്ചേഴ്സിന്റെ ഒക്കെ ആവശ്യം എപ്പോഴും ഉണ്ടാകും. സോ അങ്ങനെ റിസർച്ച് എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ റെഡി ആയിട്ടുള്ള ഒരു ഫീൽഡ് കൂടിയാണ്. അപ്പം ഇതൊക്കെ കൊണ്ട് കേരളം റിസർച്ചിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കേരളത്തിന് അല്ലെ, സ്റ്റുഡൻസിനുള്ള ഒരു സെക്കൻഡറി ഫാക്ടർ മാത്രമാണ്. ആസ് എ എക്കണോമി നമുക്ക് വളരെ ഫീസിബിൾ ആയിട്ടുള്ള, ചെയ്യേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഗതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം സാറ് AI കുറിച്ച് പറഞ്ഞു. അപ്പം AI പല ആളുകളും പറയാറുണ്ട്, നമ്മൾ പണ്ട് കോപ്പി റൈറ്റിംഗ് മെഷീൻ വന്ന സമയത്ത് പിന്നെ ഫോട്ടോസ്റ്റാറ്റ് വരുമ്പം പണ്ട് ടൈപ്പ് ചെയ്തിരുന്ന ആളുകളെ ജോലി പോവും. അങ്ങനെ പണ്ടും ഒരുപാട് അഡ്വാൻസ്മെന്റുകൾ വരുന്ന സമയത്ത് ജോലികൾ ഇവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പല ആളുകളെയും ജോലി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതുപോലെ ഒരു ചേഞ്ച് അല്ല AI കാരണം വരിക, ഒരു സാധാരണ ഒരു ചേഞ്ച് ഒന്നും അല്ല വരിക, കുറച്ച് ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടാവുക എന്നുള്ളത് പല എക്സ്പേർട്സും പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഈ ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മൾ മുന്നിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തലമുറയിലേക്ക് ജനിച്ചു വീഴുന്ന ഇന്നത്തെ സ്റ്റുഡൻസ് അങ്ങനെയാണെങ്കിൽ ഏത് സ്കില്ലായിരിക്കും സ്കൂൾ ലെവലിൽ തന്നെ ഫ്യൂച്ചർ റെഡി ആയിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും? കാരണം ഇനി കാണാതെ പഠിക്കുക അല്ലെങ്കിൽ ഇൻഫർമേഷൻ കുറെ തലയിൽ കൊണ്ട് നടക്കുക എന്നുള്ളതൊക്കെ എത്രത്തോളം റെലവെന്റ് ആണെന്നുള്ളത് ക്വസ്റ്റ്യനബിൾ ആണല്ലോ. ഇനി നമുക്ക് വേണ്ട സ്കില്ല് എന്താ കുട്ടികൾക്ക്? അല്ല അതെങ്ങനെ നമുക്ക് അറിയില്ലല്ലോ അല്ലെ. ഈ പറഞ്ഞ ലോട്ട് ഓഫ് അൺനോൺസ്, AI ഒരു 90% അൺനോൺസ് ആണെന്ന് തന്നെ പറയുക. ഇപ്പൊ ഒരു 5 വർഷം മുമ്പുള്ള AI കുറിച്ചുള്ള പ്രൊഡിക്ഷൻസ് നമ്മൾ നോക്കിയാൽ അതിനേക്കാളൊക്കെ ഫാർ മോർ അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു നമ്മൾ. പിന്നെ അമിത് പറഞ്ഞ പോലെ തന്നെ പണ്ടൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഈ ജോലികളെ അഫക്ട് ചെയ്യുന്നത് കുറേം കൂടെ ബേസിക് ലെവൽ ജോലികളായിരുന്നു. ഇപ്പം കമ്പ്യൂട്ടർ വന്നപ്പോൾ ടൈപ്പിസ്റ്റുകളുടെ ജോലികൾ കുറെ ഇല്ലാതായി. പക്ഷെ അറ്റ് ദ സെയിം ടൈം കുറെ കൂടെ ഹയർ ലെവൽ ജോലികൾ, കേവലം ഒരു ടൈപ്പ് റൈറ്റർ ഇരുന്ന് ടൈപ്പ് ചെയ്യുന്നതിനപ്പുറം കോഡ് ചെയ്യുക അല്ലെ, പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുക, ആ രീതിയിൽ കുറെ കൂടെ ഹയർ ലെവൽ ജോലികളാണ് അതിന്റെ പകരം ഇവോൾവ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. അതൊരു എക്കണോമിയുടെ സ്വാഭാവികമായ വികാസത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്.
പക്ഷെ AI വരുമ്പോൾ ഒരു പരിധി വരെ അങ്ങനെയല്ല. AI ലാർജ്ലി എഫക്ട് ചെയ്യാൻ പോകുന്നത് സ്കിൽഡ് ലേബറിനെയാണെന്നാണ് പറയുക. അല്ലെ, ഒരു മനുഷ്യൻ തിങ്ക് ചെയ്യുന്ന അതേ രീതിയിൽ തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ വന്നാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആ മനുഷ്യനെ റീപ്ലേസ് ചെയ്യും. അല്ലെ, ഇറ്റ് മേക്സ് എക്കണോമിക് സെൻസ്. നമുക്ക് മെഷീൻ നമുക്ക് ഫുഡ് കൊടുക്കണ്ട, മെഷീൻ 24 hours വർക്ക് ചെയ്യും. ഒരു മനുഷ്യൻ 8 hours വർക്ക് ചെയ്താൽ ബാക്കി 16 hours റെസ്റ്റ് ചെയ്യണം. പിന്നെ ഹ്യൂമൻ എറർ എന്ന് പറയുന്ന സംഗതി അവിടെ ഇല്ല. അല്ലെ, അങ്ങനെ ഒരു ഹ്യൂമൻ കമ്പയറബിൾ ആയിട്ടുള്ള തിങ്കിങ് സ്കിൽസ് ഉള്ള മെഷീൻസ് വരുന്നതോടുകൂടി ഇന്നത്തെ ജോബ് ലാൻഡ്സ്കേപ്പ് വളരെ ഭീകരമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന്റെ ബേസിക്സ് ആണ് നമ്മളിപ്പം കാണുന്നത്. ഇപ്പം കാണുന്ന പോലെ ഇപ്പം വലിയ പല മേജർ സോഫ്റ്റ്വെയർ കമ്പനികളും ആൾക്കാരെ ലേ ഓഫ് ചെയ്യുന്നു. കാരണം പണ്ട് ഒരു 5-6 സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ചെയ്തിരുന്ന കാര്യം ഇപ്പോൾ ഒരു എഞ്ചിനീയർക്ക് ചെയ്യാം. അല്ലെ, ഇപ്പം ക്ലോഡോ അല്ലെങ്കിൽ ഒരു കോഡിംഗ് സപ്പോർട്ട് സിസ്റ്റംസ് ഒക്കെ ഉപയോഗിച്ച് സിമ്പിൾ ആയിട്ട് ചെയ്യാം. അതേപോലെ പണ്ട് എക്സ്പെർട്ടൈസ് വേണ്ടിയിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ അത്ര ആവശ്യമില്ല. ഇപ്പം ഇമേജ് എഡിറ്റിംഗ്, അല്ലെ, ഈ പറഞ്ഞ പോലെ ഗ്രാഫിക് ഡിസൈൻ ഒക്കെ ഗ്രാഫിക് ഡിസൈനേഴ്സ് അത്യന്താപേക്ഷിത വരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പം ഗ്രാഫിക് ഡിസൈനേഴ്സിനെ നമ്മൾ വിളിക്കുന്ന അത്ര പ്രൊഫഷണൽ വർക്കുകൾ വേണ്ടപ്പോൾ മാത്രമാണ്. ഒരു ബേസിക് പോസ്റ്ററൊക്കെ നമുക്ക് തന്നെ ചെയ്യാം. അല്ലെ, ബേസിക് ഫോട്ടോ എഡിറ്റിംഗ് ഒക്കെ ഒരു ഫോണുള്ള ആർക്കും ചെയ്യാം. അതിനപ്പുറം മേ ബി നമ്മളൊരു മാരേജ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ പ്രൊഫഷണൽ വർക്ക് വേണമെന്ന് കരുതുമ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ ആളെ വിളിക്കും. സോ അതാണ് ഇതിന്റെ ഒരു ഫ്യൂച്ചർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയുള്ള ഫ്യൂച്ചറിൽ സ്കിൽസ് ഒരു പ്രീമിയത്തിലാകാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. അതായത് സ്കിൽസ് തമ്മിലുള്ള ആളുകളുടെ സ്കിൽസ് തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു വരുന്നതാണോ പറഞ്ഞതിന്റെ അർത്ഥം? അതായത് അല്ല, എന്ന് വെച്ചാൽ ഏതൊരു മേഖലയിലും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ഒരു മൂലധന ശേഷിയുള്ള വിൽപ്പന ശേഷിയുള്ള ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഒരു ബേസിക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ ജോലി AI ചെയ്യും. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ AI അൽഗോരിതംസ് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ ഒരു ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന, അതിന് ശേഷിയുള്ള ഡിസൈൻ തലത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന, അൽഗോരിതം ഡിസൈൻ തലത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് അപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. അതേപോലെ ഗ്രാഫിക് ഡിസൈനേഴ്സിന്റെ 90% ജോലികൾ AI കൊണ്ടുപോകുമായിരിക്കും. അപ്പോഴും ഈ പറഞ്ഞ പോലെ വളരെ പ്രിസൈസ് ആയിട്ട് ഇമാജിനേറ്റീവ് ആയിട്ട്, അല്ലെ, ഒരു AI സ്ലോപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഭാവിയിൽ ഇമ്പ്രൂവ് ചെയ്യായിരിക്കും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇമാജിനേറ്റീവ് ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ടും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഗ്രാഫിക് ഡിസൈനേഴ്സിന് അപ്പോഴും സ്കോപ്പ് ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ കോപ്പി റൈറ്റേഴ്സിന്റെ കുറെയൊക്കെ ജോലികൾ പോകുമായിരിക്കും. അതായത് ഓവർ ടൈം ഇപ്പൊ 100 ആള് ചെയ്യേണ്ട ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇനി ടോപ്പ് 1% ആളുകൾക്ക് അതേ ജോലി അതേ ക്വാളിറ്റിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മൾ എങ്ങനെ റെഡി ആക്കാമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാവരെയും എഞ്ചിനീയർ ആക്കാൻ വേണ്ടി ഒരു ഫാക്ടറിയിലൂടെ കടത്തി വിടുന്നതിന് പകരം നമ്മൾ കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡും നോക്കിയിട്ട് അത് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് അനലൈസ് ചെയ്തിട്ട് അവരുടെ സ്കില്ല് പൊട്ടൻഷ്യൽ മാക്സിമം എവിടെയാണോ അതിലൊരു എക്സ്പേർട്ടായിട്ട്, അല്ലെ, അതിലൊരു ഇൻഡസ്ട്രി ലീഡറായിട്ട് ആ കുട്ടിയെ നമ്മൾ ഷേപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ ഒരു എക്കണോമി വന്നാൽ മാത്രമേ AI വരുമ്പോൾ ഈ പറയുന്ന ഒരു, അല്ലെ, അവർ ഫ്യൂച്ചർ റെഡി ആകുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇന്ന് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി ബേസിക് ബിടെക് പഠിച്ചു, ഇൻഫോസിസിൽ പോയി എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്ത് കരിയർ തീർക്കാമെന്നുള്ള ആ ഒരു ഓപ്ഷൻ കുറച്ച് കാലം കഴിയുമ്പോൾ ഉണ്ടാവില്ല. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകണമെങ്കിൽ യു ഹാവ് ടു ബി റിയലി ഗുഡ് അറ്റ് ഇറ്റ്. യു ഹാവ് ടു നോ ഇറ്റ് ഇൻസൈഡ് ഔട്ട്. യു ഹാവ് ടു ബി ബെറ്റർ ദാൻ ദ ആവറേജ് AI കോഡിംഗ് ഔട്ട് ദെയർ. സോ ആ രീതിയിൽ അപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന്റെ ആവശ്യം കുറയും. പക്ഷെ എല്ലാ മേഖലയിലും ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമ്പോൾ തന്നെയാണ് ഞാൻ കരുതുന്നത്. അഡ്മിനിസ്ട്രേഷനിൽ പോലും, ഇപ്പൊ അഡ്മിനിസ്ട്രേഷനിലാണെങ്കിലും നമ്മുടെ ബേസിക് ലെവലിലുള്ള സെക്ഷൻ ക്ലർക്കുമാരുടെ ആവശ്യം കുറയും. അപ്പൊ അതിന്റെ ബേസിക് ഡ്രാഫ്റ്റിങ്ങോ ബേസിക് പോളിസി ഔട്ട്ലൈനിങ്ങോ ഒക്കെ AI തന്നെ ചെയ്തു തരുമായിരിക്കും. അപ്പോഴും ടോപ്പ് ലെവലിൽ ഡിസിഷൻസ് എടുക്കുന്ന, അല്ലെ, ടോപ്പ് ലെവലിൽ ഈ ഡാറ്റയൊക്കെ അനലൈസ് ചെയ്ത് ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന ജോലി അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ ആ ഒരു ലെവലിലേക്ക്, അല്ലെ, ഇപ്പം വെറും ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ളതിലേക്ക് സിവിൽ എന്നതിനപ്പുറം സിവിൽ സർവീസിലേക്ക്, അതിന്റെ ടോപ്പ് പോളിസി ലെവലുകളിലേക്ക് വരാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ ഷേപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. ആ ഒരു ഫൈൻ ട്യൂണിങ് ആണ് ഇനിയുള്ള കാലത്ത് കൂടുതൽ ആവശ്യം വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഒക്കെ അപ്ഡേറ്റ്സ് ഒക്കെ ഓരോ വർഷമൊക്കെ ആണല്ലോ നടക്കുന്നത്. പക്ഷെ AI ഒക്കെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ആഴ്ചയിലാണല്ലോ പുതിയ പുതിയ റിലീസുകൾ വരുന്നത്. അപ്പം ഏകദേശം എല്ലാ ജോലി മേഖലയിലും ഭയങ്കര രീതിയിലുള്ള അഡ്വാൻസ്മെന്റ് AI കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എപ്പോഴെങ്കിലും AI നമ്മുടെ എക്കണോമിനെ ബാധിക്കും അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ജോലി ഇല്ലാതെയാവും എന്നൊക്കെ കണ്ടിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത മുന്നോട്ടേക്ക് ഉണ്ടാവും? അല്ല, അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ടെക്നോളജി വരുമ്പോൾ ആ പ്രശ്നമാണ്. ടെക്നോളജി ഇസ് നോട്ട് ലിമിറ്റഡ് ജോഗ്രഫിക്കലി, അല്ലേ. എവിടെയെങ്കിലും ഇത് അലൗഡ് സംവെയർ, ഇറ്റ്സ് അലൗഡ് എവരിവെയർ. അല്ലെ, ഇപ്പം ബിറ്റ്കോയിൻ ഒക്കെ പല ഗവൺമെന്റുകളും റെസ്ട്രിക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, അവർക്ക് പറ്റുന്നില്ല, അല്ലെ. ഇപ്പം ചൈന ബാൻ ചെയ്യാൻ ശ്രമിക്കുന്നു നമ്മൾ കാണുന്നു. ഇപ്പൊ ചൈനയിൽ ഫേസ്ബുക്ക് ഒരു ബാൻ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ചൈനയിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ആസ് ലോങ് ആസ് ഇറ്റ്സ് അലൗഡ് സംവെയർ, ഈ ഭൂഗോളത്തിൽ എവിടെയെങ്കിലും ഒരു 100 സ്ക്വയർ മീറ്റർ സ്ഥലത്ത് ഇത് അലൗഡ് ആണെങ്കിൽ നമ്മൾ ആ സെർവർ അവിടെ കൊണ്ട് വെച്ചാൽ മതി. ഇറ്റ് ക്യാൻ ബി ബ്രോഡ്കാസ്റ്റഡ് എവരിവെയർ.
സോ അങ്ങനെ നമുക്കിത് കൺട്രോൾ ചെയ്യാനോ റെസ്ട്രിക്ട് ചെയ്യാനോ പറ്റുന്ന ഒരു സംഗതി അല്ല എ എന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത്. സോ വാട്ട് വി ക്യാൻ ഡു ഇസ് വി ക്യാൻ റെഗുലേറ്റ് ഇറ്റ്. അല്ലെ, ഒരു ഇൻഡസ്ട്രി കൺസെൻസസ് കൊണ്ടുവന്ന് നമുക്ക് ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വി ക്യാൻ മേക്ക് പോളിസീസ് ടു അഡാപ്റ്റ് ടു ഇറ്റ്. ഇപ്പോൾ യൂണിവേഴ്സൽ ബേസിക് ഇൻകം ഒക്കെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ച് തുടങ്ങേണ്ട ഒരു കാലഘട്ടമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ശതമാനം ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ സസ്റ്റനൻസ് ജോലികൾ ഇല്ലാതാകാൻ പോകുന്ന ഒരു കാലഘട്ടമാണെന്ന് കരുതിക്കോളൂ. മേ ബി ബേസിക് ലെവൽ ജോലികളുണ്ടാവും. ഇപ്പൊ എന്താ പറയുക, ഇതൊരു എക്കണോമിക് ആംഗിൾ കൂടിയാണല്ലോ. ഇപ്പൊ എക്ക് മുടി വെട്ടാൻ പറ്റുമായിരിക്കും, പക്ഷേ അതിനേക്കാൾ ചീപ്പറായിട്ട് ഒരു മുടി വെട്ടുന്ന ആൾക്ക് മുടി വെട്ടാൻ പറ്റുമെങ്കിൽ എ വോണ്ട് വെഞ്ചർ ഇൻ ടു ദാറ്റ്. പക്ഷെ അങ്ങനെ അല്ലാത്ത ഇപ്പൊ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ ജോലി, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നമ്മൾ കൊടുക്കുന്ന മാസ ശമ്പളത്തിന്റെ അതേ ചെലവിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ എ ക്യാൻ ഡു ദാറ്റ് ജോബ് ആൻഡ് ഹി ക്യാൻ ഡു ഇറ്റ് ബെറ്റർ ദാൻ ദ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അങ്ങനത്തെ ജോലികൾ ട്രെൻഡ് ആണ്. സോ അത് മനസ്സിലാക്കി അതിന് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു എക്കണോമിക് മോഡൽ നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അവിടെ ജോബ് ലോസുകൾ വരുമ്പോൾ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, പിന്നെ എങ്ങനെ നമുക്ക് അപ്സ്കിൽ ചെയ്യാം. അല്ലെ, അപ്സ്കില്ലിംഗ് ആണ് അൾട്ടിമേറ്റ്ലി വേണ്ടത് ഇവിടെ. ഈ പറഞ്ഞ ജോലി നഷ്ടപ്പെടാൻ പോകുന്ന ആൾക്കാർക്ക് ഓൾട്ടർനേറ്റ് സ്കില്ലുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അതേപോലെ നമ്മുടെ സ്കൂളിംഗ് കരിക്കുലം നമ്മൾ അഡാപ്റ്റ് ചെയ്യുക. ആവശ്യമില്ലാത്ത സ്കില്ലുകൾ പഠിപ്പിക്കുന്നതിൽ നിന്ന് മാറി കുറേയൊക്കെ ഫ്യൂച്ചർ റെഡി ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കരിക്കുലം അഡാപ്റ്റ് ചെയ്യുക. അതൊക്കെ നടന്നു വരും. പക്ഷേ ഈ നിലവിൽ വർക്ക് ചെയ്യുന്നവരെ അപ്സ്കിൽ ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റ്സ് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. കാരണം അമിത് പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ വീക്ക്ലി പുതിയ ഇറ്ററേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1-2 വർഷം 5 വർഷം എന്നൊക്കെ പറയുന്നത് വലിയ കാലയളവാണ്. അപ്പൊ ഇപ്പം 25 വയസ്സിൽ നമ്മുടെ ലേബർ ഫോഴ്സ് ജോലി ചെയ്യുന്ന ഒരാൾ 30 വയസ്സാകുമ്പോൾ ചിലപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. അത് കഴിഞ്ഞാൽ 30 വർഷം അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റണമെങ്കിൽ ഹി ഹാസ് ടു ബി അപ്സ്കിൽഡ്. അത് നമ്മുടെ ഗവൺമെന്റുകൾ വളരെ സീരിയസ് ആയിട്ട്, ഇപ്പൊ കേരള ഗവൺമെന്റ് ഒക്കെ അതിനുവേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഒക്കെ DWMS കേട്ടിട്ടുണ്ടാവും. ദ ഫണ്ടമെന്റൽ ഐഡിയ ഇസ് ദിസ്: DWMS എല്ലാവരും ഓൺബോർഡ് ചെയ്യുക, അവരുടെ സ്കിൽസ് അസസ് ചെയ്യുക, ഇൻഡസ്ട്രിക്ക് വേണ്ട സ്കിൽസ് എന്താണ് അസസ് ചെയ്യുക, ആ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യുക. അതാണ് ഫണ്ടമെന്റലി ചെയ്യേണ്ടത്. ഇപ്പൊ DWMS അതിന് പെർഫെക്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത്തരം സിസ്റ്റംസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ദാറ്റ് ഹാസ് ടു ബി ആൻ ഇമ്മീഡിയറ്റ് പ്രയോറിറ്റി ഓഫ് ഓൾ ഗവൺമെന്റ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കേരളത്തിലെ സ്കൂളുകളിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് സ്കൂളുകളിൽ വരുന്ന വ്യത്യാസം എന്നൊക്കെ പറയുന്നത് അതിശയിപ്പിക്കുന്ന വ്യത്യാസമാണ് അല്ലേ. പണ്ടൊക്കെ നല്ല പ്രൈവറ്റ് സ്കൂളിലേക്ക് എന്ന് നോക്കുന്നതിന് പകരം ഇപ്പൊ ഒക്കെ ഏറ്റവും നല്ല ഗവൺമെന്റ് സ്കൂളിലേക്കാണ് ആളുകളുടെയൊക്കെ പ്രിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ആണെങ്കിലും എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അവിടെ വരുന്ന ഞാൻ ഒബ്സർവ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പണ്ട് സ്കൂളുകളിൽ ലാബിനെ നോക്കി കണ്ടിരുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും സ്കൂളുകളിൽ കുട്ടികൾ ലാബിനെ നോക്കി കാണുന്നത്. കാരണം +1 +2 ലാബ് എന്ന് പറയുന്നത് പോവുക, റെക്കോർഡ് എഴുതുക, പരീക്ഷ പാസ്സാവാൻ വേണ്ടി ലാബിൽ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഒബ്സർവേഷൻ എയിം എന്ന് പറഞ്ഞ് എഴുതുന്നു, അത് കഴിയുന്നു. അപ്പം ഇത്രയൊക്കെ സ്കൂളുകൾ ഡെവലപ്പ് ചെയ്തിട്ടും ആ ഒരു ലാബ് എത്രത്തോളം റെലവെന്റ് ആണെന്നുള്ളത് കുട്ടികൾ പലപ്പോഴും തിരിച്ചറിയാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഐസറിലും അല്ലെങ്കിൽ ഈ നാഷണൽ റെപ്യൂട്ടേഷൻ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പം അവിടുത്തെ ഒരു 40-50% അല്ലെങ്കിൽ മോർ ദാൻ 50%, ഐസറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ലാബിന് ഭയങ്കര വേറെ ഒരു പെർസ്പെക്റ്റീവ് തന്നെ നമുക്ക് കിട്ടും. ആ ഒരു രീതിയിൽ എന്തുകൊണ്ടാണ് സ്റ്റുഡൻസ് ഇതുവരെ സ്കൂളുകളിലുള്ള ലാബിനെ ഒന്നും കാണാത്തത്? അവർക്ക് എന്താ മനസ്സിലാവാത്തത് ഇത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്? അല്ല, അതൊരു മൈൻഡ് സെറ്റ് കണ്ടീഷനിങ് പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എനിക്ക് കോളേജിൽ പോകുമ്പോൾ അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കോളേജിൽ പോയി ഫസ്റ്റ് ഇയർ ആകുമ്പോൾ നമ്മുടെ ഒരു ഫുൾ അക്കാഡമിക് കോഴ്സിന് 3 ക്രെഡിറ്റ്, ലാബിന് 3 ക്രെഡിറ്റ്. +2 നമുക്ക് ലാബ് എന്ന് പറയുന്നത് ബാക്കിയല്ലാതെ റെക്കോർഡ് എഴുതുക അല്ലെ, ലാബിൽ പോയാലും പോയില്ലെങ്കിലും റെക്കോർഡ് എഴുതുക. 100-20 മാർക്ക് ലാബിന്. അതെ, അതെല്ലാവർക്കും കൊടുക്കും അല്ലെ. 100 മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള എല്ലാവർക്കും 20 മാർക്കും കൊടുക്കും. അങ്ങനെ ഒരു സിസ്റ്റം ആണ്. വളരെ അല്ലെ, നമ്മൾ തന്നെ സൈഡ് ലൈൻ ചെയ്ത് വെച്ചേക്കാണ് അതിനെ. സോ അതൊരു കണ്ടീഷനിങ് പ്രശ്നമാണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റിന്റെ ഒരു കോൺസിക്വൻസ് ആണത് അല്ലെ. ഈ ലാബിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം ഒരു കോമ്പറ്റീറ്റീവ് എക്സാം പെർസ്പെക്റ്റീവ് നോക്കിയാൽ വേസ്റ്റ് ആണ് അല്ലെ. നമ്മൾ നിർഭാഗ്യവശാൽ അങ്ങനെയാണ്. ഇപ്പം ഞാൻ നമ്മൾ ഈ പറഞ്ഞ പോലെ +1 +2 പഠിക്കുന്ന കൂട്ടത്തിലാണ് ഞാനൊക്കെ ഈ IIT JEEക്ക് വേണ്ടിയൊക്കെ പഠിക്കണത്. അപ്പം നമ്മൾ സ്കൂളിലെ തിയറി പഠിക്കുന്നതിന് പിന്നെയും എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് ഉണ്ട് JEE എക്സാമിൽ. പക്ഷെ ലാബിൽ പോകുന്നതിന് ഒരു ഔട്ട്പുട്ടും ഇല്ല. നമ്മൾ ലാബിൽ പോയി സോൾട്ടുകൾ ഐഡന്റിഫൈ ചെയ്യണു, അല്ലെങ്കിൽ എന്തിനെങ്കിലും ഡൈസെക്ട് ചെയ്ത് സെൽസ് ഡൈസെക്ട് ചെയ്ത് പഠിക്കണു. അതൊന്നും JEEക്ക് ചോദിക്കില്ല അല്ലെ. അങ്ങനെ സോ ആ ഒരു പ്യുവർലി കോമ്പറ്റീറ്റീവ് എക്സാം ബേസ്ഡ് ആയിട്ട് നമ്മൾ സക്സസിനെ മെഷർ ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമ്മൾ നിർഭാഗ്യവശാൽ മെഷർ ചെയ്യുന്നത്. IITയിലെത്തുന്നു, ഐസറിലെത്തുന്നു, ഏതെങ്കിലും എയിംസിലെത്തുന്നു. സോ അതാണ് സക്സസ് എന്ന് വരുമ്പോൾ ആ സക്സസിന് ലാബ് വേണ്ട. ലാബ് നമ്മൾ പോയാലും പോയില്ലെങ്കിലും നല്ല കുട്ടികൾക്കെല്ലാം 20 മാർക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കുന്ന, ഇവാലുവേറ്ററൊക്കെ സ്വാധീനിച്ചാണെങ്കിലും അല്ലെ 20 അല്ലെങ്കിൽ 19-18 ഇട്ട് കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. സോ ആ ഒരു സിസ്റ്റത്തിന്റെ ഒരു കോൺസിക്വൻസ് ആണ് ലാബിന് വലിയ വെയിറ്റേജ് ഇല്ലാതെ വരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ആ ഒരു കരിക്കുലം കുറേം കൂടി നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ ലാബ്
ഇമ്പോർട്ടൻ്റ് ആകുന്നത് ഇൻഡസ്ട്രിക്ക് വേണ്ടത് ആ സ്കില്ലുകളാണ്. നമ്മൾ എത്രയൊക്കെ തിയറി പഠിച്ചു എന്ന് പറഞ്ഞാലും നമുക്കത് പ്രാക്ടിക്കലി ചെയ്യാൻ അറിയില്ലെങ്കിൽ, ഇപ്പം കമ്പ്യൂട്ടറിലാണെങ്കിൽ നമുക്ക് കോഡിങ് അറിയണം, ഇലക്ട്രോണിക്സിലാണെങ്കിൽ നമുക്ക് ആ പറഞ്ഞ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ അറിയണം, VLSI ഡിസൈൻ ചെയ്യാൻ അറിയണം. അതിൻ്റെ തിയറിയൊക്കെ കൂടുതൽ ചിലപ്പോൾ ലാബിലെ നമ്മുടെ നോളജ് ആയിരിക്കും നമ്മുടെ ഇൻ്റർവ്യൂസിലോ നമ്മൾ ഒരു ജോബിൽ പോയി നമ്മുടെ പെർഫോമൻസിനൊക്കെ മാറ്റർ ചെയ്യുന്നത്. സോ അതേപോലെ ലാബുകൾ കൂടുതൽ കോൺസിക്വൻഷ്യൽ ആക്കണം അക്കാഡമിക്സിൽ. എല്ലാവർക്കും 20-ൽ 20-ഓ 19-ഓ കൊടുക്കുന്ന സിസ്റ്റത്തിൽ നിന്നും നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് നല്ല മാർക്ക്, മോശമായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് മോശം മാർക്കും കൊടുക്കുന്ന ഒരു സംവിധാനം വരണം. കരിക്കുലത്തിന്റെ ബേസിൽ തന്നെ ആ ഒരു ചേഞ്ച് വന്നു തുടങ്ങണം. കാരണം ഈ അഗെയിൻ കരിക്കുലത്തിൽ മാത്രമല്ല, കോമ്പറ്റീറ്റീവ് എക്സാംസിലും ആ മാറ്റം വരണം. അല്ലേ, ഇപ്പൊ കോമ്പറ്റീറ്റീവ് എക്സാംസിൽ ലാബിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിൽ കുറച്ച് മാർക്കെങ്കിലും കൂടുതൽ കിട്ടണം. ആ രീതിയിൽ നമ്മൾ എക്സാംസ് കൂടി, എസ്പെഷ്യലി ഇപ്പൊ ഐസറിനൊക്കെ കോമ്പറ്റീറ്റീവ് എക്സാംസ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ ഐസറിന്റെ ഒക്കെ എൻട്രൻസ് എക്സാമുകൾ ആ രീതിയിൽ കുറച്ച് മാറണം. ഒരു പരിധി വരെ കുറെയൊക്കെ ആണ്, പക്ഷെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള എക്സാംസ് ഒന്നും അങ്ങനെയല്ല. NCERT പ്യുവർലി തിയറി ബേസ്ഡ് ആണ്. ഇപ്പൊ ഞാനൊക്കെ എഴുതുമ്പോൾ JEE 100% അങ്ങനെയാണ്. തിയറി മാത്രം പഠിച്ചാൽ മതി, ലാബിൽ പോയില്ലെങ്കിലും. സത്യം പറഞ്ഞാൽ പലരും അങ്ങനെയാണ് ചെയ്യണത്. ഇപ്പം ആന്ധ്രയിലൊക്കെ ഈ പറഞ്ഞ ഞാൻ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നില്ല, ആന്ധ്രയിലോ കോട്ടയിലോ ഒക്കെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ സ്റ്റുഡൻസ് ലാബ് കാണുന്നില്ല. അവര് ഒരു സ്കൂളിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നു, പിന്നെ ആ സ്കൂളിൽ അവർ പോകുന്ന എക്സാം എഴുതാൻ മാത്രമാണ്. റെക്കോർഡൊക്കെ ഇവർക്ക് വേണ്ടി ആരോ ഉണ്ടാക്കി കൊടുക്കുന്നു, ലാബിന്റെ വെയിറ്റേജ് മാർക്ക് എങ്ങനെയോ ഇടുന്നു. ഇവർ ലാബ് കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ ദാറ്റ്സ് നോട്ട് അഫക്റ്റിംഗ് ദെയർ JEE മാർക്സ് അറ്റ് ഓൾ. ലാബിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത കുട്ടിക്കും JEE ഫസ്റ്റ് റാങ്ക് തന്നെ വാങ്ങാൻ പറ്റുന്നുണ്ട്. സോ ആ ഒരു സിസ്റ്റം മാറണം. പ്രാക്ടിക്കൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ് എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ ബേസിക് സയൻസിൽ വേണ്ടതെങ്കിൽ അതിന്റെ എൻട്രൻസ് എക്സാമുകളും അതിനെ റിഫ്ലക്ട് ചെയ്യണം. അങ്ങനെ ഒരു മാറ്റം വന്നാൽ തന്നെ ഇതിന് കുറച്ചുകൂടെ വെയിറ്റേജ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഗവൺമെന്റ് ഇപ്പൊ ഏതൊരു പുതിയ ഡെവലപ്മെന്റൽ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും നമ്മൾ പറഞ്ഞു കേരളത്തിന്റെ ലിമിറ്റേഷനും സ്ഥലം അവൈലബിലിറ്റി ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഹൈവേ നിർമ്മാണം പോലെയുള്ള പദ്ധതികളുമായിട്ട് വരുന്ന സമയത്ത് അവിടെ വരുന്നൊരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്പേസ് അക്വയർ ചെയ്യേണ്ടി വരില്ലേ, നമ്മളെ പരിസ്ഥിതിനെ അത് എന്തായാലും ബാധിക്കും. അവിടെ ഒരു ട്രേഡ് ഓഫ് ഉണ്ടായിരിക്കും. എത്രത്തോളം സ്ഥലം അക്വയർ ചെയ്യാൻ പറ്റും, പക്ഷെ ഓൺ ദ അതർ ഹാൻഡ് ഡെവലപ്മെന്റ് എന്തായാലും കൊണ്ടുവരണം. അപ്പൊ ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം നമ്മളൊരു ഹയർ അതോറിറ്റിന്ന് നോക്കിക്കാണുക? എനിക്ക് തോന്നുന്നത് നമ്മൾ കുറെ കൂടെ പ്രാക്ടിക്കൽ ആവണം. അല്ലെ, കേരളത്തിൽ നമുക്കറിയാം, കേരളം ഒരു മാപ്പ് നോക്കിയല്ല, അത് തിൻ സ്ട്രെച്ച് ആണ്. അല്ലേ, ആ തിൻ സ്ട്രെച്ചിൽ തന്നെ ഒരു സൈഡിൽ കടലാണ്, കുറെ കോസ്റ്റൽ ഏരിയാസ്, കോസ്റ്റൽ പ്രൊട്ടക്ഷൻ ഏരിയാസ് ഒക്കെ വരും. മറ്റേ സൈഡിൽ പർവ്വതങ്ങളും വെസ്റ്റേൺ ഗാർഡ്സും അങ്ങനെയൊക്കെ വരും. സോ ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണ് നമ്മുടെ വലിയൊരു ശതമാനവും. പക്ഷെ അങ്ങനെ ആകുമ്പോഴും അല്ലെ, കേരളത്തിൽ ഇവിടങ്ങളിലൊക്കെ ജീവിക്കുന്ന മനുഷ്യർക്കും ഡെവലപ്മെന്റൽ ആസ്പിറേഷൻസ് ഉണ്ട്. അല്ലെ, ഈ പറഞ്ഞ വെസ്റ്റേൺ ഗാർഡ്സിൽ ഇടുക്കിയിലും വയനാട്ടിലും ഒക്കെ ജീവിക്കുന്ന മനുഷ്യർക്കും കൊച്ചിയിലോ കോഴിക്കോടോ ഒക്കെ ജീവിക്കുന്ന മനുഷ്യരെ പോലെ തന്നെ വികസനം വേണമെന്നും നല്ല ഇന്റർനെറ്റ് വേണമെന്നും മാളുകൾ വേണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ അവരോടത് പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലേ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ മുഴുവൻ അവിടുന്ന് മാറ്റി കോഴിക്കോട്ടേക്കോ കൊച്ചിയിലോ ഒക്കെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള അത് നമുക്ക് എന്തായാലും നമ്മുടെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ കേരളത്തിനോ ഇന്ത്യക്കോ നമ്മുടെ രാജ്യത്തിനോ പറ്റുന്ന കാര്യമല്ല. അപ്പൊ നമുക്ക് അവിടെ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ നമ്മളങ്ങനെ പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് വലിയ ഡോക്മയായിട്ട് എടുക്കേണ്ട കാര്യമില്ല. നമ്മളത് ഡോഗ്മാറ്റിക് ആകുമ്പോഴാണ് പല പ്രശ്നങ്ങളും വരുന്നത്. അല്ലേ, ഇപ്പൊ പറഞ്ഞ പോലെ കാട്ടുപന്നി ശല്യം ഒക്കെ ഇടുക്കിയിൽ അല്ലെങ്കിൽ കാസർഗോഡ് മലയോര പ്രദേശങ്ങളിലൊക്കെ വലിയ പ്രശ്നമാണ്. പക്ഷെ ആ കാട്ടുപന്നിയെ വേട്ടയാടാനുള്ള ലൈസൻസ് ഒന്നും ആവശ്യത്തിന് കിട്ടുന്നില്ല. കാരണം കാട്ടുപന്നി വന്യമൃഗമാണ്. അല്ലെ, വന്യമൃഗ സംരക്ഷണ നിയമം എന്നുള്ള ഒരു വളരെ റിഗ്രസീവ് ആയിട്ടുള്ള ഒരു നിയമം അവിടെ നിൽക്കുകയാണ്. അപ്പം അതൊക്കെ മാറ്റി നമ്മൾ ഈ ഐഡിയോളജിയിൽ പിടിച്ച് നിൽക്കാതെ കുറെ കൂടെ പ്രാക്ടിക്കൽ ആകണം. അല്ലെ, ഹൈവേ വരണമെങ്കിൽ നമുക്ക് കുറച്ച് സ്ഥലം അക്വയർ ചെയ്തേ പറ്റുള്ളൂ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹൈവേ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേയൊക്കെ വയലുകളിലൂടെ പോകും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുക അവിടെ നമ്മൾ ആ വയൽ പോകുമ്പോൾ അതിന് പകരം അല്ലെ, വയലുകൾ പോകുമ്പോൾ നമുക്കുള്ള പ്രശ്നങ്ങൾ എന്താ, പ്രാക്ടിക്കലി നമുക്ക് ഫ്ലഡിങ് ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി പ്രശ്നം ഉണ്ടാകും. അതൊക്കെ സോൾവ് ചെയ്യാനുള്ള എന്താ പറയുക, ഒരു റെമഡിയൽ സ്റ്റെപ്സ് നമുക്ക് എടുക്കണം. ഫ്ലഡിങ് ഉണ്ടാവാതിരിക്കാൻ നമുക്ക് കൃത്യമായ കനാൽ സിസ്റ്റംസ് വേണം, ഡ്രെയിനേജ് സിസ്റ്റംസ് വേണം. അല്ലെ, അത് പ്രോപ്പർലി ചെയ്യണം. പക്ഷെ അത് നമുക്ക് ഈ പറഞ്ഞ വയലുകൾ നിലനിർത്തിക്കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ സിംഗപ്പൂരിൽ വയലൊന്നും ഇല്ലല്ലോ, പക്ഷെ സിംഗപ്പൂരിലെ വെള്ളവും കൃത്യമായിട്ട് ഡ്രെയിനേജ് വഴി ഒഴുകി കടലിലെത്തുന്നുണ്ട്. അതേപോലെ സയന്റിഫിക്കലി നമുക്ക് സോൾവ് ചെയ്യാവുന്ന പ്രശ്നങ്ങൾ സയന്റിഫിക്കലി സോൾവ് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, രണ്ടാമത് ഈ ഫുഡ് സെക്യൂരിറ്റി എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ തണ്ണീർത്തട നെൽവയൽ സംരക്ഷണം വഴി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ നമുക്കൊരു നിയമമുണ്ട്, ഈ 2008 ഡാറ്റാ ബാങ്കിലുള്ള നെൽവയലുകൾ നെൽവയലായിട്ട് തന്നെ നിർത്തണമെന്ന് നിയമമുണ്ട്. പക്ഷെ പ്രാക്ടിക്കലി എന്താണ് സംഭവിക്കുന്നത്, ആ നെൽവയലുകളിൽ 90% കൃഷി നടക്കുന്നില്ല. വേറൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആൾക്കാർ തരിശായിട്ട് ഇട്ടേക്കാണ്.
അങ്ങനെ നമ്മുടെ നാട്ടിലെ ഏക്കർ കണക്കിന് ഭൂമി ഒന്നും ചെയ്യാൻ പറ്റാതെ തരിശായിട്ട് കിടന്ന് നശിച്ചു പോവുകയാണ്. പക്ഷെ അത് കൂടുതൽ പ്രാക്ടിക്കലി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇങ്ങനെ ഒരു ഡോഗ്മാറ്റിക് നിയമം വരുത്താതെ കുറെ കൂടെ പ്രാക്ടിക്കൽ ആകുക, നെൽകൃഷിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, മേ ബി ഇതിന് സബ്സിഡി കൊടുക്കുക. അതിനൊരു പരിധിയുണ്ട്, സർക്കാരിന് ചെയ്യാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുക ആ ഭൂമിയിൽ കുറേ കൂടി പ്രാക്ടിക്കലായിട്ട്, അല്ലേ, എസ്പെഷ്യലി ഇപ്പൊ ഹൈവേക്ക് അടുത്തുള്ള ഭൂമിയാണെങ്കിലൊക്കെ അവിടെ നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ അനുമതി കൊടുക്കുക. അതിന് പകരം, അല്ലെ, അവിടുന്ന് നമുക്ക് കിട്ടുന്ന എക്കണോമിക് റിട്ടേൺസ് നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുക? അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത സ്ഥലങ്ങളിലുള്ള നെൽവയലുകളിൽ കൃഷിക്ക് കൂടുതൽ സബ്സിഡി കൊടുക്കാൻ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ആ തുക നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാക്കാൻ, അത് ക്ലീൻ ചെയ്യുന്നതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ആ രീതിയിൽ പ്രാക്ടിക്കൽ ആവേണ്ടിയിരിക്കുന്നു നമ്മൾ. ഈ പരിസ്ഥിതിനെ അതേപോലെ സംരക്ഷിക്കുക എന്നുള്ളത് മനുഷ്യരുടെ റൈറ്റ്സിൽ അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റൽ ആസ്പിറേഷനെ തടഞ്ഞു വെച്ചുകൊണ്ടാകരുത്. പക്ഷെ അതേസമയം ഇതിന് മറ്റേ വശമുണ്ട്. ഒരു പരിധി കഴിഞ്ഞു പോയാൽ റെപ്പർക്കഷൻസ് ഉണ്ടാകും, അല്ലേ? നമ്മളിപ്പോൾ ഒരു മലയോര പ്രദേശത്ത് യാതൊരു റെഗുലേഷൻ ഇല്ലാതെ നമ്മൾ കൺസ്ട്രക്ഷൻ അലോ ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ ആ പ്രദേശം അൺസ്റ്റേബിൾ ആകും, ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാകും, അല്ലേ? ഒരു ക്വാറിയിങ് ഒരു ലിമിറ്റും ഇല്ലാതെ നമ്മൾ അലോ ചെയ്താൽ അതിന്റെ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ അതേസമയം അതിന്റെ മറ്റേ വശത്ത് ക്വാറിയിങ്ങേ വേണ്ടെന്ന് വെച്ചാൽ, അല്ലേ, നമുക്ക് കരിങ്കല്ലില്ലാതെ വീട് വയ്ക്കാൻ പറ്റില്ല. അത് മലയോര പ്രദേശത്തെ ആൾക്കാർക്ക് മാത്രമല്ല, കൊച്ചിയിലും വീട് വയ്ക്കാൻ പറ്റില്ല. അപ്പം ആ രീതിയിൽ ഒരു ബാലൻസ് എവിടെയാണെന്ന് കണ്ടെത്താൻ നമുക്ക് പറ്റണം. എസ്പെഷ്യലി ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, നമുക്ക് ടെക്നോളജി വലിയ രീതിയിൽ വളർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഡ്രോൺസ് ആകട്ടെ, ഡാറ്റ അനാലിസിസ് ആകട്ടെ, AI ടൂൾസ് ആകട്ടെ, അതൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് കേരളത്തിന്റെ ഒരു പ്രോപ്പർ ജിയോസ്പേഷ്യൽ മാപ്പിംഗ് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പഴയ പോലെ നമുക്ക് ഓരോ അല്ലെ ഫീൽഡിൽ ചെയ്യേണ്ട കാര്യമില്ല. ഡ്രോൺസ് ഉപയോഗിച്ച്, സാറ്റലൈറ്റിൽ നിന്നുള്ള ഹീറ്റ് മാപ്പുകൾ ഉപയോഗിച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രോപ്പർലി ജിയോസ്പേഷ്യൽ മാപ്പ് ചെയ്ത് നമുക്ക് സോണിങ് വരണം. ഇപ്പം സിംഗപ്പൂരിലോ അല്ലെങ്കിൽ ഇപ്പം ദുബായിലോ ഒക്കെ ഉള്ളതുപോലെ തന്നെ നമുക്ക് റെസിഡൻഷ്യൽ സോണുകൾ, ഇൻഡസ്ട്രിയൽ സോണുകൾ, കേരളത്തിൽ മേ ബി ഇൻഡസ്ട്രി അത്ര ഫീസിബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ടെക്നോ പാർക്ക് പോലെയുള്ള, അല്ലെ, IT സോണുകൾ, അതേപോലെ എൻവയോൺമെന്റൽ ഫ്രജൈൽ സോണുകളും നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എൻവയോൺമെന്റലി ഫ്രജൈൽ സോണായിട്ട് ഒരു പ്രദേശം കാണുന്നു, ആ പ്രദേശത്തെ ആൾക്കാരെ എങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാം, അല്ലെ, ആ രീതിയിൽ ആൾക്കാരുടെ റൈറ്റ്സിനെ ഒരു രീതിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത ഒരു പരിസ്ഥിതി സംരക്ഷണ മോഡലൊക്കെയാണ്. പക്ഷെ ഇപ്പം കേരളത്തിൽ കുറേയും കൂടെ അതിനപ്പുറം ഒരു ഡോഗ്മ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. ഇപ്പം ഹൈവേയുടെ ഒക്കെ ഡെവലപ്മെന്റിൽ നമ്മൾ കണ്ടു, വയൽക്കിളി സമരം എന്നൊക്കെ പറഞ്ഞ് ഈ നെൽവയൽ എന്തായാലും ഒക്കെ അറിയാൻ പറ്റില്ല, ഇത് ഹൈവേയുടെ നടുക്കാ നിൽക്കണത്, കൊച്ചിയും കോഴിക്കോട് കണക്ട് ചെയ്യണമെങ്കിൽ നെൽവയൽ വേണം. അപ്പൊ അതൊക്കെ അറിയാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള സമരങ്ങളൊക്കെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച്, അല്ലെ, അതിൽ നിന്ന് മാറി ആ നെൽവയൽ നമുക്ക് അക്വയർ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ അല്ലാത്ത, അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത പ്രദേശങ്ങളിലുള്ള നെൽവയലുകളിൽ നിയമം വഴി അല്ലാതെ ആൾക്കാരെ പ്രോത്സാഹിപ്പിച്ച് നെൽകൃഷി നടത്താൻ നമ്മൾ പ്രോത്സാഹനം കൊടുക്കണം. ആ രീതിയിലുള്ള ഒരു ബാലൻസ് ആണ് നമുക്ക് ഈ മേഖലയിൽ വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. IIT അതുപോലെ NIT ഐസർ ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പ്യുവർലി മെറിറ്റ് ബേസ്ഡ് ആയിട്ടാണല്ലോ എല്ലാ സ്റ്റുഡൻസും പഠിക്കുന്നത്. അപ്പം പല ആളുകളുടെയും ഒരു സ്റ്റുഡൻസിന്റെ ഒക്കെ ഒരു സങ്കടം എന്ന് പറയുന്നത്, ഇവിടെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് എത്തിയാൽ തന്നെ ഇവിടെയുള്ള ഫീസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അപ്പം കഴിഞ്ഞ വർഷം വരെ നമ്മളെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ IISc ഫീസ് എന്ന് പറയുന്നത് ഒരു വർഷം 10,000 രൂപയുള്ളായിരുന്നു ഒരു വർഷം. ഇപ്പൊ അത് 80,000 രൂപയാണ് ഇനി വരുന്ന ബാച്ചിന് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അത്രയും അടിപൊളിയായിട്ട് പഠിച്ച് ടോപ്പ് 1% അല്ലെങ്കിൽ 0.1% സ്റ്റുഡൻസ് എത്തുന്ന കോളേജിൽ എന്തിനാണ് ഈ ഗവൺമെന്റ് ഇത്ര ഫീസ് വാങ്ങിക്കുന്നുള്ളത്? ഇല്ല, അതൊരു ഗവൺമെന്റ് പ്രയോറിറ്റീസിന്റെ പ്രശ്നമാണ്, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നമ്മൾ ചൈനയായിട്ട് നോക്കിയാൽ, നമ്മൾ ചൈനയാണ് ഇപ്പം പല കാര്യങ്ങളിലും ഗ്ലോബൽ ബെഞ്ച് മാർക്ക്. ഇപ്പം ഈ പറഞ്ഞ റിസർച്ച് പേപ്പേഴ്സ് ഇറങ്ങുന്നതിൽ, AI ഡെവലപ്മെന്റിലൊക്കെ ഈ പറഞ്ഞ, പണ്ട് നമ്മൾ പറയുമായിരുന്നു US ഈസ് ദ ബെസ്റ്റ് ഇൻ എവരിത്തിങ്, അങ്ങനെയൊന്നും അല്ല. ഇപ്പം ചൈന ഈസ് ദ ബെസ്റ്റ് ഇൻ റിസർച്ച് കറന്റ്ലി. പക്ഷെ അവിടെയൊക്കെ നമ്മൾ നോക്കിയാൽ ഗവൺമെന്റിന്റെ പ്രയോറിറ്റീസ് വളരെ ക്ലിയർ ആണ്. ദേ ആർ ഇൻവെസ്റ്റിംഗ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് ദെയർ GDP ഇൻ ടു പ്രോപ്പർ ബേസിക് റിസർച്ച്. ഇന്ത്യയുടെ ഒരു 20 ഇരട്ടി എന്നൊക്കെ പറയാം, നിർഭാഗ്യവശാല്. അപ്പം ആ രീതിയിൽ ഒരു പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ എഡ്യൂക്കേഷനിലേക്കോ റിസർച്ചിലേക്കോ വരുന്നില്ല. ഓൺ ദ അതർ ഹാൻഡ്, അൺഫോർച്ചുനേറ്റ്ലി ഈ പറഞ്ഞതുപോലെ തന്നെ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് പോലും കട്ട് ബാക്ക് ചെയ്യുന്ന, അല്ലെ, ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതൊരു മാർക്കറ്റ് എക്കണോമി ആണെന്നൊക്കെയാണ് നമുക്ക് വേണമെങ്കിൽ വാദിക്കാം. പക്ഷെ അതിനപ്പുറം, അല്ലെ, ഒരു പബ്ലിക് ഗുഡാണ് എഡ്യൂക്കേഷൻ, അല്ലെ, ഒരു പബ്ലിക് ഗുഡാണ്. മോർ ഇമ്പോർട്ടൻ്റ്ലി അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, അല്ലെ, നമ്മുടെ സ്കൂളുകൾ നമ്മൾ കിഫ്ബി വഴി ലോണൊക്കെ എടുത്താണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, നമ്മൾ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ അടുത്ത തലമുറ ഫ്യൂച്ചർ റെഡി ആവുകയുള്ളൂ. അടുത്ത തലമുറയിൽ വരാൻ പോകുന്ന പുതിയ തൊഴിലവസരങ്ങളും പുതിയ നിക്ഷേപ അവസരങ്ങളും ഒക്കെ കറക്റ്റ്ലി അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ നമ്മുടെ ഇന്നത്തെ സ്റ്റുഡൻസിന് പറ്റണമെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. സോ ആ ഒരു ബോധ്യം ഗവൺമെന്റിന് വരണം. പ്രത്യേകിച്ച് റിസർച്ചിലേക്ക് വരുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് വരണം, അല്ലേ, സെൻട്രൽ ഗവൺമെന്റിന് വരണം.
പക്ഷേ അതല്ലേ ഒരു മിസ്ഗൈഡഡ് പ്രയോറിറ്റീസ് പലപ്പോഴും ഇപ്പം ഒരു ഇലക്ഷന്റെ കാലഘട്ടം ആയതുകൊണ്ടും ആകാം കുറേയൊക്കെ. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ നിർഭാഗ്യവശാൽ എന്ത് ഇലക്ഷൻ വരുമ്പോഴും അതിനോട് ചുറ്റിപ്പറ്റി പല രീതിയിലുള്ള ഫ്രീബീസ് അനൗൺസ്മെന്റ്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ ബജറ്റിൽ അതൊരു വലിയ കൺസ്ട്രെയിന്റ് ആയിട്ട് വരികയാണ്. അപ്പം ആ ബജറ്റ് ഡെഫിസിറ്റ് ബാലൻസ് ചെയ്യാൻ നിർഭാഗ്യവശാൽ പലപ്പോഴും നമ്മൾ കട്ട് ചെയ്യുന്നത് IIT-കൾക്കുള്ള ഗ്രാൻഡ് അല്ലെങ്കിൽ IISc-ക്കുള്ള ഗ്രാൻഡ് ഒക്കെയാണ്. അപ്പൊ അതിലൊരു റീതിങ്കിങ് വരണം. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിന് റിയൽ ടൈം കോൺസിക്വൻസുകളുണ്ട് അല്ലെ. നമ്മൾ ഈ പറഞ്ഞ ഫീസുകൾ 10,000-ൽ 80,000 ആക്കുമ്പോൾ മേ ബി ഒരു അപ്പർ മിഡിൽ ക്ലാസ് സ്റ്റുഡന്റിനെ ബാധിക്കുന്നില്ല. അപ്പർ മിഡിൽ ക്ലാസ് സ്റ്റുഡന്റ് നമുക്ക് ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇപ്പം ഞാനാണെങ്കിൽ പോലും പണ്ട് നമ്മൾ പഠിക്കുമ്പോഴുള്ള ഫീസിനേക്കാളും 5-6 ഇരട്ടിയാണ് ഇന്നത്തെ IIT-ലെ ഫീസ്. പക്ഷെ എനിക്ക് ഇന്നാണ് IIT-ൽ അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ എൻ്റെ പേരൻസ് അത് ബെയർ ചെയ്യും. ലോൺ എടുത്തിട്ടാണെങ്കിൽ എന്നെ പഠിപ്പിക്കും. അപ്പൊ എന്നെ അത് കാര്യമായിട്ട് ബാധിക്കില്ല. പക്ഷെ ഒരു ലോവർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അതിന് താഴോട്ടുള്ള സ്റ്റുഡൻസിലേക്ക് വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് അവരെ അഫക്റ്റ് ചെയ്യും. പലരെയും ആ ഒരു ഡ്രീമിൽ നിന്ന് ടോട്ടലി പിന്നോട്ട് വലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ അത് പോകാം. പക്ഷെ അപ്പൊ അത് എന്താ പറയുക, നമ്മുടെ രാജ്യത്തിന്റെ ഓവറോൾ ഡെവലപ്മെന്റിനാണ് അത് ബാധിക്കുന്നത്. കാരണം നമ്മുടെ ഇന്ത്യ എന്നുള്ള രാജ്യം എടുത്താൽ ഇപ്പോഴും നിർഭാഗ്യവശാല് മെജോറിറ്റി ഓഫ് ഇന്ത്യൻസ് ആർ ബിലോ ലോവർ മിഡിൽ ക്ലാസ്. അല്ല, അങ്ങനെ മൊത്തത്തിൽ ബാധിക്കുന്നു പറയുമ്പോഴേ അപ്പം ഒരു എക്കണോമിക് ക്ലാസിന്റെ മുകളിലുള്ള ആൾക്കാർക്ക് മാത്രം അഫോർഡബിൾ ആയി മാത്രം മാറൂലേ ഈ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സെക്ടർ മൊത്തം? അതെ, അതാണ് അതിന്റെ ഒരു വലിയ കോൺസിക്വൻസ്. ഒരു ഈ പറഞ്ഞ പോലെ എക്കണോമിക്കലി അഫ്ലുവന്റ് ആയിട്ടുള്ള അപ്പർ മിഡിൽ ക്ലാസ്സോ അതിന് മുകളിലുള്ള ആൾക്കാർക്കോ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയം സംഗതിയായിട്ട് ഹയർ എഡ്യൂക്കേഷൻ മാറും. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ്സ് അഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. ബട്ട് മോർ ഇമ്പോർട്ടന്റ്ലി അത് രാജ്യത്തെ മൊത്തമാണ് അഫക്ട് ചെയ്യാൻ പോണേ. ലോവർ മിഡിൽ ക്ലാസ്സോ അതിൽ താഴെയുള്ള ആൾക്കാർക്കോ ഹയർ എഡ്യൂക്കേഷൻ അഫോർഡബിൾ അല്ല എങ്കിൽ നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഭീകരമായിട്ട് താഴോട്ട് പോവുകയാണ് അല്ലേ. ഒരു ക്രീമി ലെയർ ഇത് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവർക്ക് എല്ലാ കാലത്തും റിസോഴ്സുകൾ ഉണ്ടായിരുന്നു അല്ലേ. അതിൽ കൂടുതൽ പേരും കുറച്ചു കാലം കഴിയുമ്പോൾ US പോകാനോ അല്ലേ ഈ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരാൾക്ക് വലിയൊരു ശതമാനവും, അല്ലെങ്കിൽ അവർക്കുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകാനുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെ അല്ലാതെ ഒരു റാക്സ് ടു റിച്ചർ സ്റ്റോറി വരുന്നത് ഒരു സോഷ്യൽ മൊബിലിറ്റി അല്ലെ. ഒരു രാജ്യം വികസിക്കണമെങ്കിൽ ആ രാജ്യത്തിന്റെ ആവറേജ് പൗരന് സോഷ്യൽ മൊബിലിറ്റി ഉണ്ടാവണം. അതുണ്ടാകണമെങ്കിൽ അവർക്ക് അഫോർഡബിൾ ഹയർ എഡ്യൂക്കേഷൻ മസ്റ്റാണ് ഇന്നത്തെ കാലത്ത്. കാരണം ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു പ്രീ റിക്വസിറ്റ് ആയിട്ട് മാറുകയാണ്. ഏതൊരു രീതിയിലുള്ള സോഷ്യൽ മൊബിലിറ്റിക്കും ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളതൊരു പ്രീ റിക്വസിറ്റ് ആയിട്ട് മാറുകയാണ്. ഇന്നത്തെ ഏറ്റവും മികച്ച അവസരങ്ങളിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം കിട്ടിയേ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ. അപ്പം അത് ആ രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് ഇപ്പം കേരള ഗവൺമെന്റ് കുറേം കൂടെ ആ രീതിയിൽ പോസിറ്റീവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ പോലെ സ്കൂളുകളിൽ ഈ രീതിയിലുള്ള പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേറെ എങ്ങും നമ്മൾ കാണുന്നില്ല. പല രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. കടമെടുത്ത സ്കൂൾ പണിയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാര്യമുണ്ട്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അല്ലെ ഹയർ എഡ്യൂക്കേഷൻ പോലും ഇറ്റ്സ് മച്ച് മോർ അഫോർഡബിൾ ഇൻ കേരള. ഒരു ടോപ്പ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്ക് കുറവായിരിക്കും. മേ ബി ഈ പറഞ്ഞ IIT ഒരു AIT അല്ലേ നമുക്കുള്ളൂ. പക്ഷെ അങ്ങനെ ആകുമ്പോഴും ഇപ്പോഴും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വരുന്ന സ്റ്റുഡന്റിന് ആക്സസിബിൾ ആണ് നമ്മുടെ ഗവൺമെന്റ് കോളേജുകൾ. ആ രീതിയിൽ നമ്മുടെ രാജ്യത്തെ എല്ലാ ഗവൺമെന്റ് കോളേജുകളും എസ്പെഷ്യലി ടെക്നോളജി അല്ലെ സ്റ്റെം മേഖലയിൽ, ടെക്നിക്കൽ മേഖലയിൽ, മെഡിക്കൽ മേഖലയിലേക്കുള്ള കോളേജുകൾ എല്ലാവർക്കും ആക്സസിബിൾ അല്ലെങ്കിൽ മാനേജ്മെന്റ് കോളേജുകൾ അതൊക്കെ എല്ലാവർക്കും ആക്സസിബിൾ അല്ലെങ്കിൽ ഈ പറയുന്ന ക്രീമി ലെയറിന് മാത്രം റിസോഴ്സുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയും ആ സോഷ്യൽ ഇൻഇക്വാലിറ്റി കൂടിക്കൊണ്ടിരിക്കുകയും അൾട്ടിമേറ്റ്ലി അത് ഡെവലപ്മെന്റിനെ ഭീകരമായിട്ട് അഫക്ട് ചെയ്യുകയും ചെയ്യുന്ന ഫ്യൂച്ചർ ആയിരിക്കും വരാൻ പോകുന്നത്. ഈ നമ്മളുടെ ഈ ഒരു കോൺവെർസേഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന്റെ മുന്നേ എനിക്ക് സാറോട് പേഴ്സണലായിട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മളുടെ സ്റ്റുഡൻസിന്റെ ഇടയിൽ സ്റ്റുഡൻസിനേക്കാൾ ഉപരി പാരൻസിന്റെ ഇടയിലുള്ള ഒരു ചിന്താഗതിയാണ് ഒരു സേഫ് സോൺ മെന്റാലിറ്റി. ചില ജോലികളോടൊക്കെ മാത്രം അല്ലെങ്കിൽ ചില സെക്ടറിനോടും ഒക്കെ മാത്രം അത് സേഫ് ആണ്, അതിലേക്കേ പോവാവൂ, അവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചർ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, റിസ്ക് ഒട്ടും എടുക്കാൻ താല്പര്യമില്ലാത്ത ബഹുഭൂരിഭാഗം പാരൻസും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം അപ്പൊ സാറ് നോക്കുകയാണെങ്കിൽ 4ാമത്തെ പ്രാവശ്യമാണ് UPSC ക്ലിയർ ചെയ്യുന്നത് അല്ലേ. അപ്പൊ അത് ഏറ്റവും നല്ല രീതിയിൽ പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അങ്ങേയറ്റം റിസ്ക് ആണ്. പക്ഷെ ആ റിസ്ക് എടുത്തുകൊണ്ട് മാത്രമാണ് ഇപ്പം നമ്മളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് ഇരിക്കുന്നതും ഈ ഒരു കരിയറിലേക്ക് എത്തിയതല്ല. അപ്പൊ ആ ഒരു സേഫ് സോൺ മെന്റാലിറ്റിനെ കുറിച്ച് സാറിന്റെ ഒരു ടേക്ക് ഒന്ന് ഷെയർ ചെയ്യും. അല്ല, അൾട്ടിമേറ്റ്ലി നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു കൾമിനേഷൻ തന്നെയാണ് അതല്ലേ. നമ്മളൊരു വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം കുടുംബങ്ങളും ഈ പറഞ്ഞ പോലെ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഓർ ലോവർ സാമ്പത്തിക സിറ്റുവേഷൻ ഉള്ള ആസ്പിറേഷൻസ് ഉള്ള കുടുംബങ്ങളാണ്. അപ്പം അവിടെ അത്തരം ഫാമിലീസിൽ നമ്മൾ ശാസ്ത്രീയമായിട്ട് നോക്കിയാൽ തന്നെ അവരുടെ ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ കുട്ടി സേഫ് ആയിട്ട് അല്ലേ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിലേക്ക് എത്തണം. അതാണ് അവരുടെ ആസ്പിറേഷൻ. അതിനപ്പുറം അവർ ആസ്പയർ ചെയ്യുന്നില്ല അല്ല. അത് ആസ്പയർ ചെയ്യാനുള്ള സാമൂഹ്യ സാഹചര്യങ്ങളോ അല്ലെ വിഷണമൊന്നും അവർക്ക് ഉണ്ടാവണമെന്നില്ല. ഈ പറഞ്ഞ പോലെ ഇപ്പൊ എന്റെ പേരൻസ് ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. അതിന് അവരുടെ പേരൻസ് ഫാർമേഴ്സ് ആണ്.
അപ്പം എൻ്റെ ഗ്രാൻഡ് പാരൻസ് ഫാർമേഴ്സ് ആകുമ്പോൾ അവരാകെ അസ്പയർ ചെയ്യുന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടാവണം, അല്ലേ? ഈ പറഞ്ഞ കൃഷിയുടെ അൺസർട്ടൻറ്റീസ് നിന്ന് മാറി ഒരു ഗവൺമെന്റ് ജോലി കിട്ടണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം, അല്ലെ? ആ രീതിയിൽ ആസ്പിറേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങളിലൊക്കെ വളരെ ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന കാര്യമാണ്. പിന്നെ ഒരു എക്സ്പോഷറിന്റെ കുറവുണ്ട് അവിടെ. ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും ഒരു 10 വർഷം മുമ്പ് എന്നൊക്കെ കൂട്ടിക്കോ, അപ്പം പോലും നമ്മുടെ മുമ്പിലുള്ള ഒന്നോ രണ്ടോ, അല്ലേ, സക്സസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു എഞ്ചിനീയർ ആകുക, നല്ല ഒരു IIT-യിൽ അല്ലെ NIT-യിൽ പോവുക, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആകുക, അല്ലെ? അതിനപ്പുറം മൂന്നാമതൊരു ഫീൽഡിൽ പോകുന്ന ആള് സക്സസ് അല്ല, അല്ലെ? ആ നിർഭാഗ്യവശാൽ അങ്ങനെയാണ് ഒരു സാമൂഹ്യ അന്തരീക്ഷം. സോ ആ ഒരു എക്സ്പോഷർ കുറവും അത് സ്വാഭാവികമായിട്ട് ആ ഒരു സോഷ്യൽ കണ്ടീഷനിങ് ഒക്കെയാണ് അതിന് പിന്നിലുള്ളത്. പിന്നെ ഈ റിസ്ക് എടുക്കുക എന്നുള്ളത് എല്ലാവർക്കും അഫോർഡബിളും അല്ല, അല്ലേ? ഇപ്പം അമിത് പറഞ്ഞ പോലെ ഞാനൊരു കോർപ്പറേറ്റ് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് വന്നു, പക്ഷെ എനിക്കത് അഫോർഡബിൾ ആയിരുന്നു എന്നുള്ളത് നമ്മൾ കാണണം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛനും അമ്മയും ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്, അവർ റിട്ടയർ ചെയ്താലും പെൻഷനെങ്കിലും ഉണ്ടാവും. അപ്പോൾ പട്ടിണി കിടക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് വരില്ല, അല്ലേ? റിസൈൻ ചെയ്ത് വന്നാലും ഞാൻ അതുവരെ ജോലി ചെയ്ത് സേവിങ്സ് ഉണ്ടാവും. ഇനി സിവിൽ സർവീസിലേക്ക് വന്നു, കിട്ടിയില്ല എങ്കിലും IT-യിൽ തിരിച്ചു പോയാൽ മോശമല്ലാത്തൊരു ജോലി വീണ്ടും കിട്ടും. ആ ഒരു കുഷൻ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. പലരും റിസ്ക് എടുക്കുന്നവരുടെ ഫുള്ള് ജീവിതം വെച്ചാണ്, അല്ലേ? അപ്പം അതൊരു കുറേം കൂടെ ബുദ്ധിമുട്ടുള്ള ചോയ്സ് ആണ് എടുക്കാൻ. സോ ആ രീതിയിൽ പക്ഷെ അപ്പോൾ അങ്ങനെ ആകുമ്പോഴും എന്താ പറയുക, പലർക്കും ആ റിസ്ക് ബെനിഫിറ്റ് അനാലിസിസ് മനസ്സിലാകാത്തത് മൂലം റിസ്ക് എടുക്കാതിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ചിലപ്പോൾ റിസ്ക് എടുക്കുന്നതായിരിക്കും അവർക്ക് കൂടുതൽ അഫോർഡബിൾ, അവർക്ക് കൂടുതൽ ലോങ് ടേമിൽ ബെനിഫിറ്റ് കിട്ടുന്നത്. സോ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടി എക്സ്പോഷർ കൊടുക്കുക, പ്രത്യേകിച്ചും പാരൻസിന്. ഇന്നത്തെ പാരൻസിന് കുറേ കൂടെ മാറ്റം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ തന്നെ പഠിക്കുന്നുണ്ട് തങ്ങളുടെ കുട്ടികൾക്ക് എന്താണ് നല്ലത്. നമ്മളിപ്പോൾ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ്, അല്ലെ? കുട്ടികൾ വെറുതെ സ്കൂളിൽ പോകണം, മാർക്ക് കിട്ടണം എന്നതിനപ്പുറം തങ്ങളുടെ കുട്ടി ഔട്ട്സ്റ്റാൻഡിങ് ആവണം, അല്ലെ, എക്സലന്റ് ആവണം എന്നൊരു ആഗ്രഹം ഇന്നത്തെ പാരൻസിനുണ്ട്. സോ അത് നമ്മൾ കുറച്ചുകൂടി പ്രോത്സാഹിപ്പിക്കുക. ആ ഒരു എക്സലൻസിലേക്ക് വരാൻ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കുട്ടികളെ പോലെ തന്നെ പാരൻസിനെ നമ്മൾ അവെയർ ആക്കണം. അതേപോലെ തന്നെ റിസ്കുകൾ കാൽക്കുലേറ്റഡ് റിസ്കുകളാണ്. അതിനെന്ത് വേണം, നമുക്ക് കുട്ടികളെ കൃത്യമായിട്ട് അസസ് ചെയ്യാൻ പറ്റണം. അവരുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, സ്കിൽ എന്താണ്. ഇപ്പം കുട്ടിയെ നമ്മൾ നന്നായിട്ട് അസസ് ചെയ്യുമ്പോൾ സ്പോർട്സിൽ എക്സ്ട്രാ ഓർഡിനറി കേപ്പബിൾ ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് പറ്റിയ ഒരു ട്രാക്കും ഉണ്ടാവണം, അല്ലെ? അതും വേണ്ടേ? ഒരു കുട്ടി തീരുമാനിക്കുന്നു ഞാനൊരു ചെസ് പ്ലെയർ ആകാൻ പോവാണ്, പക്ഷെ ഒരു ചെസ് പ്ലെയർക്ക് എത്ര ടോപ്പായിട്ട് എത്തിയാലും ഇന്ത്യയിൽ നിലവിൽ എന്താ പറയുക, ഒരു ഗ്രാൻഡ് മാസ്റ്റർ ഒക്കെ ആയിട്ടില്ലെങ്കിൽ അതൊരു എന്താ പറയുക ഇൻകം ഏർണിംഗ് കരിയർ അല്ല, നമ്മൾ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കരിയറാണ്. ഒരു ഗ്രാൻഡ് മാസ്റ്റർ ഇപ്പം നിഹാൽ സരീനായാലും പ്രജ്ഞാനന്ദൊക്കെ ആയാലും ഒക്കെ റെമ്യൂണറേറ്റീവ് ആണ്. പക്ഷെ അതിന്റെ താഴത്തെ ഒരു ലെവലിൽ ഒരു ഇന്റർനാഷണൽ മാസ്റ്റർക്ക് പോലും വേറൊരു ജോലി ഉണ്ടെങ്കിലേ കുടുംബം നോക്കാൻ പറ്റുള്ളൂ, അല്ലെ? അങ്ങനത്തെ സാഹചര്യം ആകുമ്പോൾ ഒരാളോട് നമുക്ക് ചെസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയാനും പറ്റില്ലല്ലോ. അപ്പം നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ കുറേയും കൂടെ റിസ്ക് ടേക്കിങ്ങിനെ പ്രോത്സാഹിപ്പിക്കണം. ഒരു ചെസ് പ്ലെയർ ആകാൻ പോകുന്ന ആൾക്കൊരു സോഷ്യൽ സെക്യൂരിറ്റി വേണം, അല്ലെ? മറ്റു രാജ്യങ്ങളിലൊക്കെ കുറച്ചുകൂടി നമ്മളെ അപേക്ഷിച്ചുള്ളതും അതാണ്. ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ ഒരു സോഷ്യൽ സെക്യൂരിറ്റി നെറ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാം, അല്ലെ? ഇൻഷുറൻസ് വഴിയാണെങ്കിലും ഈ ബേസിക് അഫോർഡബിൾ ഈ എന്താ പറയുക, പല രാജ്യങ്ങളും ഇപ്പം സ്വീഡനിലൊക്കെ ബേസിക് ഇൻകം തന്നെ അവർ എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവരിപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് സ്ട്രഗ്ലിംഗ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവർക്ക് ഒരു ബേസിക് ഇൻകം ഉണ്ടാകും. സോ ദേ ക്യാൻ അഫോർഡ് ടു ടേക്ക് ദാറ്റ് റിസ്ക്, ഒരു ആർട്ടിസ്റ്റ് ആവാൻ പരിശ്രമിക്കുക. പക്ഷെ നമ്മുടെ നാട്ടിൽ നിർഭാഗ്യവശാൽ അത്രത്തോളം സാഹചര്യങ്ങൾ വന്നിട്ടില്ല. സോ വി ഹാവ് ടു ബി മോർ കാൽക്കുലേറ്റഡ്. അപ്പൊ ആ കാൽക്കുലേഷനുള്ളിൽ നിന്നുകൊണ്ട് എത്രത്തോളം റിസ്ക് എടുക്കാൻ പറ്റുമെന്നുള്ളത് പാരന്റ്സിനെയും സ്റ്റുഡൻസിനെയും നമ്മൾ ബോധവൽക്കരിക്കണം. പിന്നെ ഈ റിസ്ക് നമ്മൾ കുറയ്ക്കണം, അല്ലേ? ലൈക്ക് ഒരു സ്ഥാപനം തുടങ്ങുക എന്നുള്ളത് ഒരു റിസ്ക് ആവാൻ പാടില്ല, അല്ലെ? ഗവൺമെന്റ് അത് കുറേയൊക്കെ പ്രോത്സാഹിപ്പിക്കണം. ഒരു സ്ഥാപനം തുടങ്ങാൻ ആവശ്യമായ കുറെ കാര്യങ്ങൾ നമുക്ക് സബ്സിഡൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെ? ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആൾക്ക് കുറച്ച് നമുക്ക് നല്ല മെന്റർഷിപ്പ് കൊടുക്കാൻ പറ്റുമെങ്കിൽ, ഇപ്പൊ സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ നമ്മൾ ശ്രമിക്കുന്ന അതാണ്. ഒരു നല്ല മെന്റർഷിപ്പും കുറച്ച് ബേസിക് ഇൻവെസ്റ്റ്മെന്റും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ തന്നെ ഒരു സ്റ്റാർട്ടപ്പിന്റെ ഫെയിലിയർ പെർസെന്റേജ് നമുക്ക് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും. ഒരു 80% ഒരു 60 or 50 ഒക്കെ ആക്കാൻ പറ്റുമെങ്കിൽ തന്നെ ദാറ്റ്സ് എ ഹ്യൂജ് അഡ്വാൻറ്റേജ്. അത് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ കുറേയും കൂടെ സ്റ്റുഡൻസ് എന്ത് വരും, സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വില്ലിംഗ് ആയിട്ട് വരും. സോ ഒരു ഗവൺമെന്റിന് ആ രീതിയിൽ പല രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഈ പല പറയുന്ന ഓൾട്ടർനേറ്റ് കരിയേഴ്സിലെ റിസ്ക് ഫാക്ടേഴ്സ് മിറ്റിഗേറ്റ് ചെയ്യാൻ ഗവൺമെന്റ് ശ്രമിക്കണം. ആ മിറ്റിഗേറ്റഡ് റിസ്ക് ഫാക്ടേഴ്സ് കൃത്യമായിട്ട് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ചെയ്ത് ആ അനാലിസിസിൽ തങ്ങൾക്ക് അഫോർഡബിൾ ആണെന്ന് തോന്നുന്ന റിസ്കുകൾ എടുക്കാൻ പാരന്റ്സിന്റെയും സ്റ്റുഡൻസിന്റെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും വേണം. അതാണ് എനിക്ക് തോന്നുന്നത്. യെസ്. അപ്പം ഈ ഒരു പോഡ്കാസ്റ്റില് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇൻസൈറ്റുകൾ നമുക്ക് കിട്ടിയ ഒരു പോഡ്കാസ്റ്റ് ആയിരുന്നു. ഒരു വിഷണറി എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ഒരു പോളിസി മേക്കറിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഇനി മുന്നോട്ടേക്കുള്ള കേരളത്തിന്റെ ഒരു ചേഞ്ചും അല്ലെങ്കിൽ ഇനി മുന്നോട്ടേക്ക് എങ്ങനെ കാണുന്നു എന്നുള്ളതിന്റെ പല ഇൻസൈറ്റുകൾ നമുക്ക് ഈ ഒരു കോൺവെർസേഷനിലൂടെ ഷെയർ ചെയ്യാൻ പറ്റി. അപ്പൊ ഈ ഒരു തിരക്കുള്ള സാഹചര്യത്തിലും നമ്മുടെ സ്റ്റുഡിയോയിലേക്കൊക്കെ വന്ന് നമ്മളോട് ഒരുപാട് ഇൻസൈറ്റുകൾ ഷെയർ ചെയ്തതിന് വളരെയധികം നന്ദി.
താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക്സ്. താങ്ക് യു. ഫൺ കോൺവെർസേഷൻ ആയിരുന്നു.